विद्यये सर्वविद्यानां दक्षिणामूर्तये नमः। श्रीगुरुचरणारविन्दाभ्यां नमः। सिन्दूरारुणविग्रहां प्रणयनां माणिक्यमौलिस्फुरदे तारानायकशेखरां स्मितमुखीम् आपीनवक्षोरुहां पाणिभ्यामणिपूर्णरत्नचषकं यज्ञोत्पलं बिभ्रतीं सौम्यां रत्नकळत्ररक्तचरणां ध्यायेत् परामम्बिकाम्. ശ്രീകണ്ഠേശ്വരം ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ഭക്തജനങ്ങൾക്കും പരിസരവാസികൾക്കും ദുർഗാ പരമേശ്വരി സത്സംഗത്തിൻ്റെ പ്രണാമം. ലളിതാ സഹസ്രനാമ നവാഹയജ്ഞത്തിൻ്റെ 8ാം ദിവസമായി എന്ന് ആ സഹസ്രനാമത്തിൻ്റെ ഭാഷ്യം നോക്കി വരുന്ന രീതിയിൽ ഇന്നലെ ദക്ഷിണാമൂർത്തിയെ നമഃ, ദക്ഷിണാമൂർത്തി കുറിച്ച് നമ്മൾ നോക്കി. അദ്വൈത സത്യം മൗനമായി ഇരുന്ന് ഉപദേശിക്കുന്ന പരമേശ്വരന്റെ രൂപമാണ് ദക്ഷിണാമൂർത്തി. സനകാദി സമാരാധ്യായ നമഃ. സനകൻ തുടങ്ങിയ മഹർഷിമാരാൽ ആരാധിക്കപ്പെട്ടവർ ദേവി. സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ, ഒരു 4 പേരാണ് സനകാദി മുനികൾ. ഇവർ മഹാവിഷ്ണുവിനെ ദർശിക്കാനായി വൈകുണ്ഠത്തിൽ പോവുകയും ലക്ഷ്മി ദേവി ഉള്ളിലുള്ളത് കൊണ്ട് ഈ പാർക്കും ദർശനമില്ല എന്ന് ദ്വാരപാലകന്മാർ ഇവരെ തടുത്തു നിർത്തുകയും ചെയ്യും. ഭഗവാന്റെ കാവൽക്കാരാണെന്നുള്ള അഹന്തയിൽ തങ്ങളെ തടുത്തു നിർത്തിയെന്ന് പറഞ്ഞിട്ട് ഈ ഭഗവാനിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞിരിക്കാൻ ഇടയാവട്ടെ എന്ന് ശാപം കൊടുക്കും സനകാദി മുനികൾ. ശാപമോക്ഷത്തിനായി അവർ പ്രാർത്ഥന ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ. ഒന്ന്, ഭഗവാന്റെ ഭക്തനായി അനേക ജന്മം എടുത്ത് വീണ്ടും വൈകുണ്ഠത്തിൽ വരാം, അല്ലെങ്കിൽ വിരോധിയായി 3 ജന്മം എടുക്കണം. അപ്പൊ ദേവജന്മാർ നോക്കി വിരോധിയായാലും സാരമില്ല, 3 ജന്മത്തിൽ വീണ്ടും ആ ഭഗവാന്റെ സ്വർഗത്തിൽ തിരിച്ചു വരാമല്ലോ കരുതി വിരോധിയായിട്ട് എടുക്കാമെന്ന് അവർ സമ്മതിച്ച 3 ജന്മമാണ്. ആദ്യത്തേത് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, നരസിംഹാവതാരം, വരാഹാവതാരം. 2ാമത് രാവണൻ, കുംഭകർണൻ, രാമാവതാരം. 3ാമത് ശിശുപാലൻ, ദന്തഭക്തൻ, അത് കൃഷ്ണാവതാരം. അപ്പൊ ഈ എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ശാപം ഇങ്ങനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് ദശാവതാരത്തിലുള്ള കഥകൾ വരാൻ വേണ്ടി നേരത്തെ പ്ലോട്ട് ഇടുകയാണ്. അതാണ് സനകാദി മുനിവറുകൾ. ആ സനകാദി മുനിവറുകളാൽ ആരാധിക്കപ്പെട്ടവൾ ദേവി. ശിവജ്ഞാനം പ്രധായിന്യേ നമഃ. ശിവജ്ഞാനം നൽകുന്നവൾ ദേവി. ശിവജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്യമായ വസ്തു എന്തെന്നുള്ള ജ്ഞാനം. അതാണ് സത്യമായ വസ്തു ബ്രഹ്മം. ശിവജ്ഞാനം പ്രധായിന്യേ നമഃ. ചിത് കലായേ നമഃ. ബ്രഹ്മത്തിന്റെ ചിദംശമായ ദേവിക്ക് നമസ്കാരം. ചിത്ത് എന്നാൽ ബോധം അഥവാ ജ്ഞാനം എന്നർത്ഥം. ആ ബോധത്തെ നമുക്ക് കൊടുക്കുന്നവൾ ദേവി. എന്താണ് സത്യമായ വസ്തു ബ്രഹ്മം എന്നുള്ള ഉണർവ് ജ്ഞാനം, അതാണ് ബോധം. ആനന്ദ കലികായേ നമഃ. ആനന്ദത്തിന്റെ പൂമൊട്ടായ ദേവിക്ക് നമസ്കാരം. ബ്രഹ്മത്തിലെ ആനന്ദം ദേവിയാണ്. ആ ആനന്ദത്തിന് ചെറിയൊരു അംശമാണ് ജീവന്മാർ അനുഭവിക്കുന്ന ആനന്ദം. ശരിക്കും ബ്രഹ്മാനന്ദമാണ് ശരിക്കുമുള്ള ആനന്ദം. അതിൻ്റെ ഒരു ചെറിയ കണികയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദം, സന്തോഷം. പ്രേമരൂപായേ നമഃ. പ്രേമരൂപിണിയായ ദേവിക്ക് നമസ്കാരം. എല്ലാവരിലും പ്രിയമുള്ളവൾ ദേവി എന്നർത്ഥം. ആ പ്രിയം എന്ന് പറഞ്ഞാൽ അതിന് കിടന്ന സ്നേഹം, അതാണ് പ്രേമം എന്ന് പറയുന്നത്. പ്രേമരൂപിണി. പ്രിയങ്കർഗേ നമഃ. പ്രിയം ചെയ്യുന്ന ദേവിക്ക് നമസ്കാരം. എന്തെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നമുക്ക് നൽകുന്നവൾ എന്നർത്ഥം. നാമപാരായണ പ്രീതായ നമഃ. നാമപാരായണത്തിൽ സന്തോഷിക്കുന്നവൾ ദേവി. കലികാലത്ത് മോക്ഷപ്രാപ്തികളുടെ എളുപ്പ വഴി നാമപാരായണം. അതാണ് സഹസ്രനാമ പാരായണം. അതും നാമപാരായണം തന്നെയാണ്. സഹസ്രനാമത്താൽ ദേവി അത്യന്തം സന്തുഷ്ടിയാവുന്നു. അതാണ് നാമപാരായണം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്ഷരമാലയിലെ 16 സ്വരങ്ങളും 35 വ്യഞ്ജനങ്ങളും പല വിധത്തിൽ യോജിപ്പിച്ചുകൊണ്ടാണ് 20,737 നാമങ്ങൾ ഉണ്ടാവുമെന്ന് കരുതപ്പെടുന്നത്. മൊത്തം ഈശ്വര നാമം. ഇവയെ നിശ്ചിത കാലത്ത് ചൊല്ലുന്നതിന് നാമപാരായണം എന്ന് പറയുന്നത്. ഒരു ദിവസം ഇത്ര എന്ന് പറഞ്ഞ കണക്കില്. നന്ദിവിദ്യായ നമഃ. നന്ദികേശ്വര മതത്തിലെ ശ്രീവിദ്യാസ്വരൂപിണിക്ക് നമസ്കാരം. അതായത് ശ്രീവിദ്യ ഉപാസനയും ധാരാളമുണ്ട്. ചന്ദ്രവിദ്യ, മനുവിദ്യ, അഗസ്ത്യരുടേത്, ലോപാമുദ്രാർച്ചിതയുടെ രീതി. അതേപോലെ നന്ദിവിദ്യ, നന്ദികേശ്വരൻ ആരാധിക്കുന്ന രീതിക്ക് നന്ദിവിദ്യ. 15 ദൃഷ്ടാക്കളാണ് ശ്രീവിദ്യാ മന്ത്രത്തിനുള്ളത്. അതിലൊരാളാണ് നന്ദി. നടേശ്വര്യേ നമഃ. നടരാജപത്നിയായ ദേവിക്ക് നമസ്കാരം. മിഥ്യാ ജഗത് അധിഷ്ഠാനായ നമഃ. മിഥ്യയായ ജഗത്തിന് അടിസ്ഥാനമായിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. കാഴ്ചയിൽ സത്യമായി തോന്നിയാലും എങ്ങനെ
മരുഭൂമിയിലെ കാനൽ ജലം പോലെ. സാധാരണ നമ്മൾ റോഡിൽ സഞ്ചരിക്കുമ്പോഴും കാറെടുത്ത് നോക്കിയാൽ അറിയാം, വളരെ വിദൂരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ തോന്നും. പക്ഷെ അത് സൂര്യപ്രകാശം തട്ടി വരുന്നതാണ്. പക്ഷെ അത് സത്യമല്ല. ദൂരെ നിന്ന് നോക്കുമ്പോൾ സത്യം തോന്നും, അടുത്ത് പോകുമ്പോൾ ഇല്ല എന്ന് തോന്നും. എങ്ങനെയാണോ മരുഭൂമിയിലെ കാനൽ ജലം കാണുന്നത്, അതേപോലെ തന്നെയാണ് ഈ പ്രപഞ്ചം. ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നു, വാസ്തവത്തിൽ ഇത് ഇല്ല. ആത്മീക ചിന്തയിൽ മനസ്സിലാക്കിയാൽ അറിയാം, ഇത് വെറും വിധിയാണ് ഈ ലോകം. കാരണം ഇതെല്ലാം ഒരു ദിവസം നശിക്കും, അതുകൊണ്ട് ഇല്ലാത്തതാണ്. പക്ഷെ ഉള്ളതുപോലെ തോന്നുന്നു. എന്തുകൊണ്ട്? മായയുടെ പ്രഭാവം കൊണ്ടെന്നർത്ഥം. അതുകൊണ്ട് ജഗത്, അങ്ങനെ മിഥ്യായ ലോകത്തിനും ഒരു അധിഷ്ഠാനം, ഒരു സപ്പോർട്ട് വേണമല്ലോ, ഒരു കാരണം വേണമല്ലോ. അത് ദേവി തന്നെയാണ്. മുക്തിദായി നമഃ. മുക്തി നൽകുന്ന ദേവിക്ക് നമസ്കാരം. മുക്തി എന്ന് പറഞ്ഞാൽ മോക്ഷം. മുക്തി രൂപിണീ നമഃ. മോക്ഷ സാമ്രാജ്യത്തെ കൊടുക്കുന്ന മോക്ഷ സാമ്രാജ്യമായി ഇരിക്കുന്നവൾ ദേവി തന്നെയാണ്. കാരണം ഈ ജീവൻ ബ്രഹ്മത്തോട് ഐക്യമോ, ആ ബ്രഹ്മം തന്നെയാണ് ഇവിടെ ദേവി നമ്മൾ പറയുന്നുണ്ട്. മുക്തി രൂപിണീ നമഃ. ലാസ്യപ്രിയായ നമഃ. നടനപ്രിയാണ് ദേവിക്ക് നമസ്കാരം. അപ്പൊ നടനപ്രിയായ നമഃ എന്ന് പറഞ്ഞാൽ പോലെ. എന്തുകൊണ്ട് ലാസ്യപ്രിയായ എന്ന് പറഞ്ഞു? നൃത്തം, ഡാൻസ് എന്നൊക്കെ നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാലും ശാസ്ത്രത്തിൽ നാട്യം, ലാസ്യം രണ്ടെണ്ണമുണ്ട്. പുരുഷൻ ചെയ്താൽ അത് നാട്യം, സ്ത്രീ ചെയ്താൽ അത് ലാസ്യം. ഡാൻസ് എന്ന് പൊതുവെ പറഞ്ഞാലും നൃത്തത്തിനനുസരിച്ച് രണ്ടെണ്ണമുണ്ട്. കാരണം നാട്യത്തിൽ എന്തെല്ലാം മുദ്ര കാണിക്കാമോ, എന്തെല്ലാം ചെയ്യാമോ, അതെല്ലാം ലാസ്യത്തിൽ കാണിക്കാൻ പാടില്ല. ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നാട്യം ലാസ്യം എന്ന് പറയാൻ കാര്യം. ഒരിക്കൽ പരമേശ്വരനും പാർവതിയും തമ്മിൽ ഒരു തർക്കമായി. കഥയിൽ എങ്ങനെയൊക്കെ വരും. ദൈവം തമ്മിൽ വഴക്കുണ്ടാക്കുന്നൊന്നും വിചാരിക്കേണ്ട. കഥയിൽ എങ്ങനെയൊക്കെ വരും. നൃത്തത്തിൽ ആരാണ് നൈപുണ്യമുള്ളവർ? രണ്ടുപേരും കൂടി മഹാവിഷ്ണുവിനെ സാക്ഷിയായി നിർത്തി. അദ്ദേഹമാണ് ജഡ്ജ്. രണ്ടുപേരും നൃത്തം ചെയ്യാൻ തുടങ്ങി. പരമേശ്വരൻ്റെ എല്ലാ കഴിവുകളും വെച്ച് നൃത്തം ചെയ്തിട്ടും അതിനെല്ലാം ഈടുകൊടുത്ത് പാർവതിയും നൃത്തം ചെയ്യും. അപ്പൊ എങ്ങനെ ഈ ഇതിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ വേറെ വഴിയില്ല. അപ്പൊ നാട്യത്തിൽ ചെയ്യാൻ പറ്റുന്നതും ലാസ്യത്തിൽ ചെയ്യാൻ പറ്റാത്തതുമായ ഒരു ചുവട് അദ്ദേഹം എടുത്തു. അതാണ് ഒരു കാൽ വെച്ചും കൊണ്ട് 180 ഡിഗ്രിയിൽ അടുത്ത കാൽ ഇങ്ങനെ ഉയർത്തുക. ഓങ്കി ഉലകളെന്ന ഉത്തമൻ പേർ പാടുന്നത് നമ്മൾ. ശരിക്കും ഒരു കാലം കൊണ്ട് ഭൂമിയും ഒരു കാലം കൊണ്ട് സ്വർഗവും വളർന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വരൂപത്തിൽ. അത് ലാസ്യത്തിൽ. അപ്പോൾ പരമേശ്വരൻ ചുവടെടുത്തതും പാർവതി കാലെടുത്ത് പകുതി തൂക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത്, ഇത് ലാസ്യത്തിൽ പറഞ്ഞിട്ടില്ല, കാല് താഴ്ത്തിക്കൊണ്ട്. അപ്പോൾ പരമേശ്വരൻ നിൽക്കുന്ന ആ മുദ്ര, ആ ഒരു ചുവട് എടുക്കാൻ പാർവതിക്ക് സാധിച്ചില്ല. അങ്ങനെയാണ് പരമേശ്വരൻ ആ നൃത്തത്തിൽ വിജയിച്ചത് എന്ന് പറയുന്നത്. ശരിക്കും ഒരു പറയാൻ പാടില്ല, ഒരു ചീറ്റിംഗ് തന്നെയാണ് ഇതെന്ന് പറയാൻ പറ്റില്ല അല്ലേ? ലാസ്യത്തിൽ ചെയ്യാൻ പറ്റാത്തവർ ചെയ്യാൻ പാടില്ലല്ലോ, വേറെ നിവൃത്തിയില്ല. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ പരമേശ്വരന് പോലും ജയിക്കാൻ പറ്റാത്ത പ്രഭാവത്തോട് കൂടിയവളാണ് ദേവി. അതാണ് നമുക്ക് ആവശ്യം. അല്ലാതെ ഭാര്യയെ തോൽപ്പിക്കാൻ വേണ്ടി കള്ളത്തരം കാണിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല അത് എടുക്കേണ്ടത്. ആരാലും ജഗന്മാതാവല്ലേ, എങ്ങനെ അവരെ തോൽപ്പിക്കാൻ സാധിക്കും? അപ്പൊ ഇവിടെ പാർവതി എന്ന് ഉദ്ദേശിക്കുന്നത് ആ ബ്രഹ്മത്തിനെ നമ്മൾ കണക്കാക്കണം. പരമേശ്വരൻ അതിന്റെ പ്രതീകമായി കാണുന്ന ആ സംഹാരം ചെയ്യുന്ന സമയത്തുള്ള രൂപം. വേറെ നിവൃത്തിയില്ല. അത് ജയിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ, അവർക്ക് ചെയ്യാത്തത്. അതുകൊണ്ടാണ് ലാസ്യം. നമ്മൾ നർത്തകി എന്നൊക്കെ പറയുന്നു. ശാസ്ത്രത്തിൽ പറയുന്നത് രണ്ടെണ്ണമാണ്, നാട്യം, ലാസ്യം. നാട്യം എന്ന് പറഞ്ഞത് പുരുഷന്മാർ ചെയ്യുന്നത്, ലാസ്യം എന്ന് പറഞ്ഞത് സ്ത്രീകൾ ചെയ്യുന്നത്. ആ ചില ചുവടുകളൊന്നും ലാസ്യത്തിൽ ചെയ്യാൻ പാടില്ല. ആ ലാസ്യത്തിൽ പ്രിയമുള്ള ദേവി. ലയകരിയെ നമഃ. ലയമുണ്ടാക്കുന്ന ദേവിക്ക് നമസ്കാരം. പ്രത്യേക ധ്യാനാവസ്ഥയാണ് ലയം. മന്ത്രയോഗം പോലെ ലയയോഗം ഉണ്ട്. പ്രപഞ്ചത്തെ അവസാനം തന്നെ ലയിപ്പിക്കുന്നവൾ എന്നർത്ഥം. ഈ അന്തചരാചരങ്ങളും സമുദ്രത്തിനടിയിൽ പോയി കൽപ്പാന്ത കാലത്ത് എല്ലാ ജീവജാലങ്ങളും സമുദ്രത്തിനടിയിലാവും.
ലോകം മുഴുവൻ സമുദ്രം മാത്രമേ കാണുകയുള്ളൂ. അപ്പോഴാണ് അനന്തനെ വ്യക്തയാക്കിക്കൊണ്ട് അതിൽ അനന്തശയനം ഭഗവാൻ യോഗനിദ്രയിൽ വരുന്നത് താല്പര്യം. അപ്പൊ എന്താണ്? എല്ലാം തന്നിലേക്ക് ലയിപ്പിക്കുന്നവൻ. അതാണ് ലയകരിയെ നമഃ. ജീവബ്രഹ്മ ഐക്യം എന്നാണ് അതിനെ നമ്മൾ ശരിയായിട്ട് ആത്മീയമായിട്ട് അർത്ഥമെടുക്കേണ്ടത്. അത് പ്രത്യേക ഒരു ധ്യാനാവസ്ഥയാണ്. ലയിച്ച് പറയുന്നത് ഇതാണ്, അതിൽ ലയിച്ചിരിക്കുന്നു എന്ന് പറയുന്നില്ല. ചില സമയത്ത് അങ്ങനെയാണ്. എന്തെങ്കിലും ഒന്നും കാണുകയോ അല്ലെങ്കിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയോ ചെയ്താൽ കാളിമേൽ അടിച്ചാൽ പോലും അറിയത്തില്ല. കാരണം അതിനകത്ത് നമ്മൾ ഇമ്മേഴ്സ്ഡ് ആയിപ്പോയി, വേറെ ഒന്നും ചെവിയിൽ കേൾക്കില്ല. അത്ര കണ്ട് അതിന് നമ്മൾ ലയിച്ചു പോകും. അതാണ് ഈ ലയനം എന്ന് പറയുന്നത്. ഇവിടെ മഹാപ്രളയകാലത്ത് എല്ലാത്തെയും തന്നിനുള്ളിൽ ലയിപ്പിക്കുന്നവൾ ദേവി. ലയഗതിയെ നമഃ. ലജ്ജായേ നമഃ. കുലസ്ത്രീകളുടെ ഒരു ലക്ഷണമാണ് ലജ്ജ. ലജ്ജാസ്വരൂപിണിയായ ദേവി തൻ്റെ അംശമാണെന്ന്, ദേവിയുടെ അംശം തന്നെയാണ് സ്ത്രീകൾ എന്ന് പറയുന്നു. ഈ ലജ്ജ എന്ന വാക്കിന് നാണം എന്നർത്ഥം സാധാരണ നമ്മൾ വാക്യാർത്ഥമായിട്ട് എടുക്കും. ശരിക്കും ലജ്ജ എന്ന് പറഞ്ഞാൽ യാദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ ദേവിമാർക്കെന്ന് പറയുന്നുണ്ട്. ലജ്ജ എന്ന വാക്കിന് വേറെ അർത്ഥം കൂടെ ഉണ്ട്. അരുതാത്തത് ചെയ്യുമ്പോൾ, ചെയ്യരുതാത്തത് ചെയ്യുമ്പോൾ അരുത് എന്ന് പറയുന്ന ഒരു മനസ്സ്, അതാണ് ലജ്ജ. എന്തെങ്കിലും ഒരു രണ്ടുപേരും പ്രശ്നം നടന്നിരിക്കുന്ന റോഡിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഇടപെടാൻ നോക്കും. പിന്നെ തോന്നും എന്തിന് വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ഇപ്പോൾ എന്നാരോ പറയുന്ന പോലെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരും. പല കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും നടന്നാൽ മിണ്ടാതിരിക്കാൻ നമ്മൾ ഇടപെടണം തോന്നുന്നില്ലേ? കാരണം ഇടപെട്ടാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. അതാണ് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുമ്പോൾ അരുത് എന്ന് പറയുന്ന മനസ്സ്. ആ മനസ്സ് ദേവി തന്നെയാണ്. അതിനെയാണ് ലജ്ജ. യാദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത എന്ന് പറയുന്നത്. രംഭാദി വന്ദിതായ നമഃ. രംഭ മുതലായ അപ്സരസുകളാൽ വന്ദിക്കപ്പെട്ടവൾ ദേവി. ഈ അപ്സര സ്ത്രീകളെല്ലാം ഇങ്ങനെ വിചാരിച്ചു, നമ്മളാണല്ലോ സൗന്ദര്യത്തിന് വളരെ അല്ലേ പൂർവശരംഭത്തിൽ ഉത്തമയല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ദേവിയുടെ പ്രഭാവത്തെ ഇത്രയും വർണ്ണിക്കുന്നുണ്ടോ, എന്താ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് തപസ് ചെയ്തു. എന്നിട്ടും അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇതാ ലോകൗത്സുഖ്യാത് അമരലനായാന്തി മനസാ തപോദിർദുഷ്പ്രാവാമപി. സൗന്ദര്യം നമ്മൾ കണ്ടതാണ്. അവസാനം ശിവസായുജ്യം കഴിഞ്ഞ് ആ ശിവന്റെ രൂപത്തെ മാത്രം ധ്യാനിച്ച് തൃപ്തി അടയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അപ്സരസുകളാൽ പോലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത സൗന്ദര്യത്തോട് കൂടിയവൾ ദേവി എന്ന് പറഞ്ഞാൽ വർണ്ണിക്കാൻ പറ്റാത്തതെന്നാണ്. അതാണ് ഇവിടെ രംഭാദി വന്ദിതായ. എല്ലാവരും രംഭ തുടങ്ങിയ ഉർവശികളാൽ അപ്സര സ്ത്രീകളാൽ വർണ്ണിക്കുന്നു. ഈ അപ്സര സ്ത്രീകൾ എന്ന് പറഞ്ഞ് ശാസ്ത്രത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം തത്വപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്സരസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും സുന്ദരിയായ സ്ത്രീകൾ ആ സ്വർഗ്ഗലോകത്ത് ഇന്ദ്രന്റെ സദസ്സിൽ നൃത്തം ചെയ്യും. അതുകൊണ്ട് ഏകാദശി പട്ടിണി, ദ്വാദശി പാരണ, ശിവരാത്രി വ്രതം ഇതെല്ലാം എടുത്ത് സ്വർഗത്ത് പോയാൽ ഇതെല്ലാം നമുക്കവിടെ കാണാം എന്നൊക്കെ കഥയായിട്ട് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സുന്ദരികളായ നൃത്തം ചെയ്യാൻ ഏകാദശി പട്ടിണി ഇരിക്കേണ്ട ഒരു കാര്യമില്ല. സുഖമായിട്ട് പൂരിയും മസാല അടിച്ചിട്ട് ടി വിയിൽ നോക്കിയാൽ ഇതിനേക്കാളും സുന്ദരികൾ നൃത്തം ചെയ്യുന്നു ഇല്ലേ? ഭൂലോകത്തില്ലാത്ത അപ്സരസല്ല. ആരാണ് ഈ അപ്സരസ്? അത് മാത്രമല്ല, എത്ര വർഷം കഴിഞ്ഞാലും അതേപോലെ ഉർവശി അർജുനനെ കല്യാണം കഴിക്കുന്നതാക്കുന്ന എത്രയോ വർഷമായിട്ട് ഉർവശി അതുപോലെ തന്നെ ഇരിക്കും. രംഭ അതുപോലെ തന്നെ ഇരിക്കുന്നു. മേനക അതുപോലെ തന്നെ ഇരിക്കുന്നു. അവർക്കൊന്നും പ്രായമാകില്ല. ഈ അപ്സരസുകൾ എന്ന് പറയുന്നത് സിദ്ധി എന്നാണ്. അത് സ്ത്രീകളല്ല. കഥയായിട്ട് പറയുമ്പോൾ സ്ത്രീകളാണെങ്കിലും തത്വപരമായിട്ട് എടുക്കുമ്പോൾ അപ്സരസ് എന്ന് പറഞ്ഞാൽ സിദ്ധി. സിദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മന്ത്രം അനുസന്ധാനം ചെയ്ത് ആ മന്ത്രം അവർക്ക് ദർശിക്കാൻ സാധിക്കും. ആ മന്ത്രം വെച്ച് അവർക്ക് പലതും നല്ല കാര്യങ്ങൾ പ്രയോഗം ചെയ്യാം. ഈ കൊതിക്കോതുക അല്ലേ, കൺദൃഷ്ടി ഇല്ലാതാക്കുക, പിന്നെ ഈ നമ്മൾ ജാണ്ടിസ് അതൊക്കെ മന്ത്രിച്ച് എടുക്കുന്നവരുണ്ട്. അതുപോലെ ഉളുക്ക് സ്പ്രേയും വന്നു കഴിഞ്ഞാൽ അതിനെ തടവി എടുക്കുന്നത് അത് അവർക്ക് സാധിക്കും. സാധാരണ മന്ത്രത്തിന് അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചരണ പേക്ഷിച്ചാൽ നശ്യന്റെ തരലാൻ പോകാൻ സത്യം സത്യം വരാമയോ, ഇതാണ് അവർ പറയുന്ന മന്ത്രം. ശരിക്കും ഇവിടെ നമ്മൾ പറഞ്ഞാൽ ഉളുക്ക് തടവേ നമ്മുടെ കൈ ഉളുക്കുന്നല്ലാതെ ആ ഉളുക്ക് പോവില്ല. പക്ഷെ അവർക്ക് കാരണം അതിനൊരു വിധിയുണ്ട്. ആ വിധി ഗുരുമുഖമായി അവർ സ്വീകരിച്ച് അതിനത്രയും അനുസന്ധാനം ചെയ്ത് അവർക്കും സ്ത്രീകൾക്കുമുണ്ട് 3 പേർ സന്ധ്യാവന്തനം മാതിരി അവർക്ക് ജപം മന്ത്രജപം ഇന്നും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില വയസ്സായ അമ്മമാർ കണ്ടു കഴിഞ്ഞാൽ സന്ധ്യ ആയി കഴിഞ്ഞാൽ പഞ്ചപാത്രം എടുത്തുകൊണ്ട് പോയി ഒരു മൂലയിലിരുന്ന് ആചമനം ചെയ്ത് ഇങ്ങനെ എങ്ങനെയാണോ പുരുഷന്മാർ സന്ധ്യാവന്തനം ചെയ്യുന്നത് അതുപോലെ അവരും ചെയ്യും.
എന്തിനാ ചെയ്തിട്ട് ആ മന്ത്രം അവര് ഒരു അനുസന്ധാനം ചെയ്യും. മന്ത്രജപം. ആ മന്ത്രജപത്തിലാണ് അവര് ആ മന്ത്രം അവർക്ക് സിദ്ധിയാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു മന്ത്രം അനുസന്ധാനം ചെയ്ത് അത് ഉള്ളിൽ അവർക്ക് അത് ദർശിക്കാൻ സാധിച്ച് ആ മന്ത്രത്തെ അവർക്ക് പ്രയോഗപ്പെടുത്താനുള്ള കഴിവിനെയാണ് സിദ്ധി എന്ന് പറയുന്നത്. അത് ഒരിക്കൽ കിട്ടിയ ആ സിദ്ധി അങ്ങനെ തന്നെ ഇരിക്കും, അത് മാറില്ലല്ലോ. അതുകൊണ്ടാണ് അപ്സരസുകൾക്ക് ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് സ്വർഗത്തിൽ അവർ ഇന്ദ്രന്റെ സദസ്സിൽ നൃത്തം ചെയ്യുന്ന നർത്തകികൾ. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ, സ്വർഗം എന്ന് പറഞ്ഞാൽ സത് സംസർഗ സ്വർഗ. അതാണ് സ്വർഗം. ആകാശത്തിന് മുകളിൽ ഒരു ലോകമുണ്ടെന്നൊന്നും കരുതണ്ട, അതിനെ കഥയായിട്ട് പറഞ്ഞു തരുന്നു. സ്വർഗം എന്ന് പറഞ്ഞാൽ സത് സംസർഗ സ്വർഗ. ഞാൻ പറയുന്നതല്ല ആത്മികമായ ചിന്തയിലാണ് കേട്ടോ. ലൗകികമായ കഥയായിട്ട് എടുക്കുമ്പോൾ അതെല്ലാം നമ്മൾ വിശ്വസിക്കാം, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത് തർക്കിക്കുന്നില്ല. പക്ഷെ ആത്മീകമായ രീതിയിൽ അർത്ഥമായിട്ട് എടുക്കുകയാണെങ്കിൽ സ്വർഗം എന്ന് പറഞ്ഞാൽ സത് സംസർഗ സ്വർഗ. അപ്പൊ നരകമോ? അസത് സംസാര വിഷയ ജനസംസർഗ നരക. അസത് സംസാര വിഷയ ജന സംസർഗ നരക. അസത് സംസാര വിഷയജനം, ഈ സംസാരത്തിലുള്ള മനുഷ്യനെ ദുഷിപ്പിക്കുന്ന ദുഷ്ടചിന്തകളുള്ള നല്ല കാര്യങ്ങൾ അല്ലാതെ ഏതെങ്കിലും രീതിയിൽ നമ്മളെയോ മറ്റുള്ളവരെ ബാധിക്കുന്ന രീതിയിലുള്ള ആ ഒരു കൂട്ടുകെട്ട്, ആ ഒരു പ്രവൃത്തി, ആ ഒരു സംഘം, അതാണ് നരകം. സ്വർഗം എന്ന് പറഞ്ഞാൽ സത്സംഗം, നരകം എന്ന് പറഞ്ഞാൽ സത്സംഗമല്ലാത്തത് എല്ലാം. ഇതാണ് താല്പര്യം. കഥയായിട്ട് പറയുമ്പോൾ ഇതിന് പുറത്തുണ്ട് പിന്നെ പാതാളത്തിലുണ്ട്, പിന്നെ അവരവർ ചെയ്യുന്ന പാപത്തിനനുസരിച്ച് നമ്മളെ എണ്ണച്ചട്ടിയിലിട്ട് വറക്കും, മറ്റേ പശുവിനെ കൊണ്ട് കുത്തിക്കും, ചെക്കിലിട്ട് ആട്ടുന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് തരികയാണ്. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പിരിറ്റുമായി സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. എൻ്റെ ഒരു ഗുരുനാഥൻ ഉണ്ട്, അദ്ദേഹം ആ സ്പിരിറ്റിനെ കൊണ്ടുവന്ന് സംസാരിക്കും. ഞാൻ ആദ്യമൊന്നും വിശ്വസിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനത് കൈവിട്ടു. അവരൊരു ₹1 കായിൻ വെച്ചിട്ടാണ് ABCD ഒക്കെ എഴുതി 1 2 3 100 വരെ 10 വരെ എഴുതും. എന്നിട്ട് അപ്പം ന്യൂമറിക്കൽ റിപ്ലൈ വരണമല്ലോ, അതിൽ എന്തെങ്കിലും എത്ര വയസ്സായിരുന്നു 65 കാണിക്കണ്ടേ, അതിന് വേണ്ടി ആ രണ്ടുപേരും കൂടെ ആ കോയിൻ ഇങ്ങനെ കൈവച്ച് കഴിഞ്ഞാൽ കോയിൻ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. എനിക്ക് സംശയം ഇങ്ങനെ തന്നെ കോയിൻ നിൽക്കുകയാണോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഞാൻ കൈവെക്കും, ധൈര്യം ഉണ്ടെങ്കിൽ വെച്ചോ എന്ന് പറഞ്ഞു. എന്നാൽ നോക്കാം, പേടിയുണ്ട് ഉള്ളേ എങ്കിലും, കാരണം ചിലപ്പോൾ അത് വിട്ടു തരില്ല, കൈയെടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പവർഫുള്ളായിട്ട് വന്നു കഴിഞ്ഞാൽ കൈയെടുക്കാൻ പറ്റും. പക്ഷെ അങ്ങേര് അനുസന്ധാനമൊക്കെ ചെയ്ത് ഗായത്രി ഉപാസനമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് മുമ്പിൽ ഒരിക്കലും സ്പിരിറ്റുകൾക്ക് ശക്തി വരില്ല. അങ്ങനെ കൈവച്ച് നോക്കിയപ്പോൾ അത് ക്ലീനായിട്ട് പറയുന്നു. ഞാൻ വിശ്വസിക്കാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് 1974 ആദ്യമായിട്ട് ജോലി വാങ്ങിച്ചു തന്ന ആളിൻ്റെ പേര്, അത് എനിക്ക് മാത്രമല്ല ആ ഗ്രൂപ്പിലെ ഒറ്റ മനുഷ്യർ പറഞ്ഞുകൂടെ എൻ്റെ ഗുരുനാഥനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഭംഗിയായിട്ട് ദുരയിന്ന് എഴുതി കാണിച്ചു. ശ്രീകണ്ഠേശ്വരത്തിനുള്ളൊരു സ്വാമിയാണ്, നികില്ലപ്പോൾ സുബ്രഹ്മണ്യം ദുരയിന്നാണ്. അപ്പം ഞാൻ വിശ്വസിച്ചു ഇതാണെന്നുള്ളത്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, ഈ കാര്യം ചോദിച്ചു, ഇന്ന് നരകം സ്വർഗം എന്നുണ്ടല്ലോ, അങ്ങനെയാണെന്ന്. ഇതെല്ലാം വെറുതെ പറയുന്നതാണ്, അങ്ങനെയൊന്നുമില്ല എന്ന് പല അങ്ങയുടെ ബ്രദർ, അവരുടെ പരിചയത്തിലുള്ള ആളുകൾ, അവരെല്ലാം ആ സ്പിരിറ്റിനെയൊക്കെ നമ്മൾ കൊണ്ടുപോകും. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെ ഇവർക്ക് ഈ കാൾ കിട്ടും, നമ്മളിവരെ വിളിക്കുന്നു എന്നുള്ളത്. ഭയങ്കര നെറ്റ്വർക്കാണ്. നമ്മളൊരാളുടെ ഫോട്ടോ വെച്ചിട്ട് കാണിക്കുകയാണെങ്കിൽ അത് എവിടെ ഉണ്ടോ അവിടെ അന്വേഷിച്ച് ആ സ്പിരിറ്റിനെ കൊണ്ടുവരും ആണ് പറയുന്നത്. പിന്നെ അതിനുശേഷം അത് അദ്ദേഹം തന്നെ പറഞ്ഞു, ഇത് നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി വെച്ച് തന്നു, ഒരിക്കലും ഇത് പ്രാക്ടീസ് കൊണ്ടുവരരുത്, കാരണം നമ്മളവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ അവർക്ക് റെസ്ട്രിക്ഷനുണ്ട്, അത് നമുക്ക് പറഞ്ഞു തരാൻ പാടില്ല. വിചാരിക്കുന്ന പോലൊന്നും അല്ല. പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ജന്മം കിട്ടുന്നത് വരെ നമുക്കും പല റെസ്ട്രിക്ഷനും നമ്മൾ അകപ്പെട്ടേ പറ്റും. അവിടുത്തെ ആ ഇതനുസരിച്ച് ഇന്ന കാര്യമേ പറയാവൂ, ഇന്ന കാര്യം പറയാൻ പാടില്ല. അപ്പൊ അവരിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ എണ്ണ ചട്ടിയിലിട്ട് പറക്കും, മറ്റേ കമ്പൗണ്ട് കുത്തും, ചെക്കിലിട്ട് ആക്കുന്നൊക്കെ പറയുന്നത് ഇതെല്ലാം വാസ്തവമാണ്, അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാൻ പറയുന്നത്. കലണ്ടറിൽ അങ്ങനെ പടങ്ങളൊക്കെ ഇപ്പം ആ പടങ്ങളൊന്നും വരുന്നില്ല, ഇപ്പം ആരും ഒന്നും ആരും വിശ്വസിക്കുന്നില്ല. ശരിക്കും ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് സത് സംസർഗ സ്വർഗ, അസത് സംസാര വിഷയ സംസർഗ നരക. നല്ല കാര്യങ്ങൾ ചെയ്ത് മനസ്സിൽ കിട്ടുന്ന സന്തോഷം അതാണ്. നോക്കൂ, 1.5 മണിക്കൂർ ഇവിടെ ഇരുന്ന് നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുന്നു. പല സമയത്തും നമ്മൾ എല്ലാം മറന്ന് ഇതിൽ ലയിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ചിലർ പൂർണ്ണമായിട്ട് ഇതിൽ ലയിച്ചവരുണ്ടാകും. ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞ മതി, ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളാണ് എൻ്റെ സഹോദരി.
അവർ പോകുമ്പോൾ പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ ഇങ്ങനെ കേട്ടിട്ടില്ല, ഞാൻ ഇതൊക്കെ പറയുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ അവരറിയാതെ അതിനകത്ത് പോകുന്നില്ലേ? കാരണം എന്താ? ദേവിയുടെ പ്രഭാവത്തെ വർദ്ധിക്കുന്നത് കൊണ്ടാണ് അവരതിനകത്ത് ഇൻവോൾവ് ആയി വരുന്നത്. ആ സമയത്ത് കിട്ടുന്ന സുഖം, അതാണ് സത്സംഗം, അതാണ് സ്വർഗം. അതുകൊണ്ട് ആ സ്വർഗത്തിൽ വസിക്കുന്നവർ അപ്സരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ മന്ത്രാനുസന്ധാനം ചെയ്ത് അവർക്ക് കിട്ടുന്ന സിദ്ധി, അതാണ് അപ്സരസ്. ഭവതാവ സുധാവൃഷ്ടി വന്ദിതായ നമ. ഭവതാവ സുധാവൃഷ്ടി നമ. ഭവതാ വസുധാവൃഷ്ടി, ഭവതാവ സുധാവൃഷ്ടി. രണ്ട് രീതിയിൽ പിരിക്കാം. ദേവസേനാപതി, ദേവസേനാപതി എന്ന് പറയുന്നുണ്ട്. ദേവന്മാരുടെ സേനാപതി മുരുകൻ, ദേവസേനയുടെ പതി മുരുകൻ. അതുപോലെ ഭവതാ സുധാവൃഷ്ടി നമ. അമൃതവൃഷ്ടിയായ ദേവിക്ക് നമസ്കാരം. ഭവതാ വസുധാവൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകസുഖങ്ങൾക്കും മോക്ഷങ്ങൾക്കും നൽകുന്നവൾ. ഭവതാ ലോകം, മറ്റേ വസുധാവൃഷ്ടി. അപ്പൊ ലൗകികമായ സമയത്ത് നമുക്ക് എല്ലാത്തെയും കൊടുക്കുന്നവൾ ദേവി തന്നെയാണ്. ആത്മീക അനുസന്ധാനം ചെയ്ത് മോക്ഷപ്രാപ്തിയും അതും കൊടുക്കുന്നത് മുക്തി പ്രദായിനി. മുക്തി എന്ന് പറഞ്ഞാൽ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം മുക്തി. മരണശേഷം നമുക്ക് കിട്ടുന്നത് മോക്ഷം. രണ്ടും നൽകുന്നവൾ ദേവി തന്നെയാണ്. നമുക്ക് എന്ത് വേണോ അത് ചോദിക്കാം. ഒരു കണക്കിന് ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് അല്ലേ? അവിടെ ഇന്നത് എടുക്കാമെന്ന് പറയുന്നതിൽ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കമ്പനി ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. എടുത്തതിനുള്ള പൈസ കൊടുക്കണം, അത്രേ ഉള്ളൂ. അതുപോലെ നമ്മൾ എന്ത് ചോദിക്കുന്നു അതിനുള്ള കർമ്മം നമ്മൾ ചെയ്യണം. സത്കർമ്മം ചെയ്ത് ഇന്നത് വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് നമുക്ക് നടക്കും. അത് ഭുക്തിയാണെങ്കിൽ ഭുക്തി, മുക്തിയാണെങ്കിൽ മുക്തി. അതാണ് ദേവി മഹാത്മ്യത്തിന്റെ അവസാനം. സുരത വൈശ്യ വരപ്രധാനം വരുന്നത്. ഒരു രാജാവ്, ഒരു വൈശ്യൻ, ഒന്ന് ക്ഷത്രിയൻ, ഒന്ന് വൈശ്യൻ. നോക്കൂ, ക്ഷത്രിയൻ ഇതെല്ലാം കേട്ടിട്ട് ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്ത് വേണം ചോദിച്ചപ്പോൾ എനിക്ക് വീണ്ടും രാജ്യം വേണം. രാജ്യഭ്രഷ്ടനായിട്ടാണ് കാട്ടിൽ വരുന്നത്. ഈ വൈശ്യൻ ധനം മുഴുവൻ ഭാര്യ മക്കളും അപഹരിച്ച് ഇവനെ കാട്ടിൽ തള്ളിവിട്ടു. എല്ലാ ധനവും കളഞ്ഞാണ് ഇയാൾ വരുന്നത്. ഇവർ രണ്ടുപേരും കൂടിയാണ് അവിടെ സന്ധിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി സുമേര മഹർഷിയോട് ചോദിക്കും അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ദേവി മഹാത്മ്യത്തിന്റെ ഇതിവൃത്തം. അതാണ് 12 അധ്യായത്തിൽ പറഞ്ഞു വരുന്നത്. 13ാമത്തെ അധ്യായത്തിൽ സുരത വൈശ്യ വരപ്രധാനം എന്ന അധ്യായത്തിൽ പറയുന്നത് എനിക്ക് രാജ്യം തിരിച്ചു വേണം. കാരണം അയാൾക്ക് ഇനി മോഹം തീർന്നിട്ടില്ല. ശരി കൊടുത്തു. അത് ഇത്രയും തപസ് ചെയ്ത് ഇത്രയും ദേവി മഹാത്മ്യം മുഴുവൻ കേട്ടതിനൊക്കെ അധിക നാൾ അങ്ങനെ രാജാവായിട്ട് വാഴാൻ സാധിക്കില്ല. സ്വല്പനേരം ആഗ്രഹിച്ചുകൊണ്ട് തരാം, അത് കഴിഞ്ഞാൽ സാധാരണ എന്ന് മനുവായിട്ട് ജനിക്കേണ്ടവനാണ് നീ എന്ന് പറഞ്ഞ് ദേവി അനുഗ്രഹിക്കും. പക്ഷേ ആഗ്രഹിച്ചത് രാജ്യം തിരിച്ചു വേണമെന്ന്, നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു കിട്ടണം. അപ്പൊ രാജ്യത്തിനുള്ള മോഹം ഇനി തീർന്നിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ മോക്ഷം കൊടുക്കും? മോഹക്ഷയം മോക്ഷം അല്ലേ? മോഹമുണ്ട് രാജ്യത്തിൽ. വൈശ്യരോട് ചോദിച്ച് എന്താ വേണ്ടത്? ഏത് കണ്ണുകൊണ്ടാണോ കണ്ടത്, ഏത് മനസ്സിലാണോ ധ്യാനിച്ചത്, ആ ശക്തിയോട് ഞാൻ ലയിക്കണം. അതോടെ വൈശ്യന്റെ ചാപ്റ്റർ സുരത മഹാരാജാവിന്റെ കഥയാണ് പറയുന്നത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ജാതി നമ്മൾ പറയുന്നത് പോലെയല്ല. ശൂദ്രൻ, വൈശ്യൻ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ എന്ന് പറഞ്ഞത് ജാതി വ്യവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ബ്രഹ്മത്തെ മുഴുവൻ മനസ്സിലാക്കിയവൻ ബ്രാഹ്മണൻ. ആ വൈശ്യനും അതാണ് കിട്ടിയത്. അതുകൊണ്ട് അവന് കിട്ടി. വൈശ്യനായാലും അവന് മോക്ഷം കിട്ടി, ക്ഷത്രിയന് വീണ്ടും രാജ്യം കിട്ടി. അവൻ ആഗ്രഹിച്ചു. അതാണ് മുക്തി. മുക്തി പ്രദായനി എന്ന് പറയുന്നത് മനസ്സിലാക്കാനുള്ള എളുപ്പവഴി ദേവി മഹാത്മ്യത്തിന്റെ 13ാമത്തെ കഥയാണ്. ദേവി മഹാത്മ്യത്തിന്റെ കഥകളെല്ലാം വളരെ രസമായിരിക്കും. ഓരോന്നും എങ്ങനെയാണ് അസുരനെ വധിക്കുന്നത്, ഇതെല്ലാം കാര്യങ്ങളുണ്ട്. ഒരു പ്രോബ്ലം വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതാണ് 5ാമത്തെ അധ്യായം ദേവി ദൂത സംവാദം. ഉദ്ദേശം എന്താണ്? അതിനുവേണ്ടി ചിലപ്പോൾ കുറച്ച് താന്നു കൊടുക്കേണ്ടി വരും. ഒന്നും അറിയാത്ത മാതിരി നമ്മൾ മറ്റുള്ളവർക്ക് താന്നു കൊടുക്കേണ്ടി വരും. ആ താന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു നല്ല കാര്യം നടക്കാമെങ്കിൽ താന്നു കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് ദേവി ദൂത സംവാദം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ഇങ്ങനെ അറിഞ്ഞിട്ടില്ല, ഇത്രയും സുമനസുമന്മാർ പോലെ പ്രബലരായ രാജാക്കന്മാരുണ്ടെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് പെണ്ണല്ലേ അറിയാണ്ട് ചാതം ചെയ്തു പോയി. എന്നെ യുദ്ധത്തിൽ ജയിക്കുന്നവരെ കൊണ്ടേ ഞാൻ കല്യാണം കഴിക്കുന്നു. അറിയാതെ പറഞ്ഞുപോയി, ദേവിക്ക് അറിയാതെ പറഞ്ഞുപോയി. നല്ല രസമായിരിക്കും. അതല്ല എന്തെങ്കിലും ഒരു സന്ദർഭം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏകദിനയൊക്കെ എന്തിന് ദേവിമാർക്ക് നോക്കാം. ഫുള്ളും 700 ശ്ലോകത്തിന് ഇതുപോലെ അർത്ഥം നോക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് തീരുന്നു. അപ്പോ ഭവതാവ സുധാവൃത്തി സംസാരമാകുന്ന കാട്ടിലേക്ക് എടുത്തുന്നവൾ എന്നർത്ഥമുണ്ട്. സംസാരമാകുന്ന കാട്ടിലേക്ക് എടുത്തെന്ന് പറഞ്ഞാൽ ഈ ജനിച്ച് ജീവിച്ച് മരിച്ച് വീണ്ടും ജനിച്ച് വരുന്ന ഈ വിഷസർപ്പിൽ നിന്നും നമ്മളെ രക്ഷിച്ച് നമുക്ക് മറുജന്മം ഇല്ലാത്ത ഒരു അവസ്ഥയെ കൊടുക്കുന്നവൾ, മോക്ഷത്തെ കൊടുക്കുന്നവൾ ഭവതാവ സുധാവൃത്തി.
ഭവത വസുധാവൃത്തിയെ നമഃ എന്ന് പറഞ്ഞാൽ ഭുക്തിയും മുക്തിയും കൊടുക്കുന്നത്. രണ്ട് രീതിയിൽ പദം. പാപാരണ്യ ദവാനലായ നമഃ, പാപമാകുന്ന കാടിനെ കത്തിച്ചു കളയുന്നവൾ ദേവി. കാരണം പാപം എന്ന് പറഞ്ഞാൽ കാടെന്ന് പറഞ്ഞാൽ ദുർഘടമായ സ്ഥലം അല്ലേ, നമുക്ക് കടക്കാൻ പറ്റാത്തത്. പാപം അതുപോലെ തന്നെയാണ്. പാപത്തിന്റെ ഫലമായിട്ടാണല്ലോ ദുഃഖം, കഷ്ടം, നഷ്ടം, എന്തെല്ലാം നമുക്ക് അൺഫേവറായിട്ട് വരുന്നുവോ അതെല്ലാം പാപം. പുണ്യ ഫലപ്രദായകമാണെന്നുള്ള ശ്ലോകത്തിൽ നമ്മൾ കണ്ടു. എന്തെല്ലാം അൺഫേവറായിട്ട് വരുന്നു അതെല്ലാം പാപം, എന്തെല്ലാം ഫേവറായിട്ട് വരുന്നു അതെല്ലാം പുണ്യത്തിന്റെ ഫലം. അപ്പൊ അങ്ങനെ പാപമാകുന്ന കാടിനെ കത്തിക്കുന്ന കാട്ടിരിയായിട്ടുള്ളവൾ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ ഉപാസന കൊണ്ട്, ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് കൊണ്ട്, ദേവിമാർഗ്ഗം പറയുന്നത് കൊണ്ട്, ഇത് സംഭവം ലളിതാ സഹസ്രനാമായതുകൊണ്ട് അത് പറഞ്ഞു വിഷ്ണു സഹസ്രനാമം ജപിച്ചാലും മതി. ഏത് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഓരോ ദിവസം ഓരോ പലഹാരം ഉണ്ടാക്കുന്നത് എന്തിനാണ്? എന്നും ഒരേപോലെ കഴിച്ചാൽ മനുഷ്യന് എപ്പോഴും വെറൈറ്റി വേണം. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ ഋഷികൾ നമുക്ക് അങ്ങനെ ഉപദേശിച്ചു തന്നത്. ഏത് ദൈവത്തെ വേണമെങ്കിലും, ഇഷ്ടദൈവത ഉപാസനയാണല്ലോ ഹിന്ദു മതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഏതായാലും ഈശ്വര വിചാരത്തിൽ ഇരിക്കണം, അത്രയേ ഉള്ളൂ. അത് ലളിതാ സഹസ്രനാമമായതുകൊണ്ട് നമ്മുടെ ദേവി. അങ്ങനെ പാപമാകുന്ന കാട്ടിനെ ഇല്ലാതാക്കുന്നവൾ ദേവി. ദൗർഭാഗ്യദൂല വാദൂലായേ നമഃ, നമ്മുടെ ദൗർഭാഗ്യത്തെ, ഭാഗ്യഹീനത്തെ, കാറ്റിലൊരു പഞ്ഞി വന്നാൽ എങ്ങനെ കാറ്റ് പഞ്ഞിയെ അടിച്ചു പറത്തുമോ അതേപോലെ നമ്മുടെ ദുഃഖങ്ങളെയും കഷ്ടങ്ങളെയും പറത്താൻ കഴിവുള്ളവൾ ദേവി. ദൗർഭാഗ്യദൂല വാദൂലായേ നമഃ. ഇനിയിപ്പോ നാളെ അർച്ചന ചെയ്യുമ്പോൾ ഇതെല്ലാം ഓർമ്മ വരണം. ദൗർഭാഗ്യദൂല വാദൂലായ നമഃ, എന്റെ കഷ്ടങ്ങളെല്ലാം കാറ്റിലെ പഞ്ഞിയെ പോലെ പറത്തിക്കളയാൻ കഴിവുള്ളവൾ ദേവി. ജരാദ്വാന്ത രവിപ്രഭായേ നമഃ, ജരയാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കുന്ന സൂര്യപ്രകാശമായ ദേവിക്ക് നമസ്കാരം. ജരയാകുന്ന ഇരുട്ട് എന്ന് പറഞ്ഞാൽ അജ്ഞാനം. ജരാനര ഇതെല്ലാം ലൗകികത്തിലുള്ള മായക്കുള്ളിലുള്ള വസ്തുക്കൾക്കാണ് ഇതെല്ലാം ഉള്ളത്. അപ്പൊ അതെല്ലാം ഇല്ലാതാക്കുന്നവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലല്ലേ അടുത്ത ജരാനരയൊക്കെ ഉണ്ടാവുള്ളൂ. അതെല്ലാം ഇല്ലാതാക്കുന്നവൾ. അതില്ലാതാക്കണമെങ്കിൽ എന്താണ്? സത്യമായ വസ്തു എന്താണെന്ന് അറിയണം. അജ്ഞാനമായ ഇരുട്ട് നീക്കി ജ്ഞാനമായ പ്രകാശം ഉണ്ടാകണം. ആ പ്രകാശത്തെ കൊടുക്കുന്ന സൂര്യനായി വർത്തിക്കുന്നവൾ ദേവി. സൂര്യൻ വന്നാണല്ലോ ഇരുട്ട് നീക്കി പ്രകാശം നമുക്ക് കിട്ടുന്നത്. ജരാദ്വാന്ത രവിപ്രഭായ നമഃ, ഭാഗ്യാബ്ദി ചന്ദ്രികായ നമഃ. ഭാഗ്യത്തെ ഒരു സമുദ്രമായി കണക്കാക്കിയാൽ ആ സമുദ്രത്തിൽ നിന്ന് ഉദിച്ചു വരുന്ന ചന്ദ്രികയായിരിക്കുന്നവൾ ദേവി. ഭാഗ്യാബ്ദി ചന്ദ്രികായ നമഃ. അല്ലേ, ഭാഗ്യത്തെ ഒരു സമുദ്രം പറഞ്ഞാൽ സമുദ്രത്തിന്റെ ആഴവും വ്യാപ്തിയും നമുക്ക് അളക്കാൻ പറ്റില്ല. അതുപോലെ അതിൽ നിന്ന് ഉദിച്ചു വരുന്ന ചന്ദ്രനെ പോലെ ഇരിക്കുന്ന ദേവി നമുക്ക് എല്ലാ ഭാഗ്യത്തെയും കൊടുക്കുന്നവൾ നടത്താം. അതിന് ഒരു അതിരില്ല. അങ്ങനെ ഭാഗ്യമാകുന്ന സമുദ്രത്തിൽ ചന്ദ്രയായി വർത്തിക്കുന്ന ദേവി ഇതിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അടുത്ത പദമാണ് ഭക്തചിത്ത കേകി ഘനാഘനായ നമഃ. വളരെ രസകരമായ ഒരു പദമാണ്. കാരണം കേകി എന്ന് പറഞ്ഞാൽ മയിൽ എന്നർത്ഥം. ലോകശാസ്ത്രത്തിൽ ആൺമയിലാണ് ഭംഗിയായിട്ട് നൃത്തം ചെയ്യുന്നത്. പക്ഷികളിൽ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ആൺമയിൽ നൃത്തം ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് നിബന്ധനകൾ, കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്? കാർമേഘം ഇരുണ്ടുകൂടണം, മഴ പെയ്യണം, ഇടിയിടിക്കണം, മിന്നൽ പിണറുണ്ടാകണം. എല്ലാത്തിനും പുറമെ പെൺമയിലിന്റെ സാന്നിധ്യം വേണം. പെൺമയിൽ കണ്ടുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ അത് ഭംഗിയായിട്ട് പീലി വിരിച്ച് നൃത്തം ചെയ്യും. മയിൽ നൃത്തം വളരെ രസകരമാണ്. ചില സ്ഥലത്ത് കാണാൻ സാധിക്കും. ഇപ്പം വാട്സാപ്പിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. കളറായ പീലികൾ, വെള്ളം മാത്രമുള്ള മയിൽ, തൂയ വെള്ളം, എന്ത് ഭംഗിയായിരിക്കും എന്നറിയാം. അത് ആരോ മെനക്കെട്ടിരുന്ന് എടുക്കുകയാണത്. അപ്പൊ അത് ആ സമയത്ത് ഇത്രയും സംഭവം വരുമ്പോഴേ അത് പീലി വിരിക്കും. നമ്മൾ പറഞ്ഞാലത് കേൾക്കില്ല. അതിനായി തോന്നണമെങ്കിൽ ഇതെല്ലാം പറയണം. അതാണ് ശിവാനന്ദ ലഹരിയിൽ ആദിശങ്കരർ പറഞ്ഞു, ശിവനും മയിലിനും ശിരയുടെ എന്ന് പറഞ്ഞു രണ്ടുപേർക്ക് സാമ്യം. അപ്പൊ ശിവൻ എന്താണ്? കാർമേഘം ഇരുണ്ട് കൂടണം. ഇത് പറഞ്ഞില്ലേ, ഭക്തജനങ്ങളുടെ ആ ആനന്ദം, ആ കണ്ണിൽ നിന്ന് വരുന്നതാണ് മിന്നൽ പിണർ. അവരുടെ ആനന്ദ അശ്രു, അതാണ് മഴ. വാദ്യഘോഷം, ഭഗവാന്റെ മഹാവിഷ്ണു വാദ്യഘോഷം ചെയ്യുമ്പോഴാണ് പ്രദോഷ നൃത്തം നടക്കുന്നത്. ഈ വാദ്യഘോഷമാണ് ഇടി. എല്ലാത്തിനും പുറമെ പാർവതിയുടെ സാന്നിധ്യം, അതാണ് പെൺമൈ. ഇത്രയും ഉണ്ടാകും പ്രദോഷ സമയത്ത് നൃത്തം. അതാണ് പ്രദോഷകാലത്ത് ആരാധനയ്ക്ക് ഇത്രയും പവറുള്ളത്. എല്ലാ ദേവന്മാരും പരമേശ്വരനെ സ്തുതിക്കുന്ന ആ നൃത്തം കാണാൻ വരുന്ന സമയമാണ് പ്രദോഷ. നൃത്തം കാണാൻ വരുന്ന സമയമാണ് പ്രദോഷം. അപ്പൊ
അപ്പൊ അവിടെ എല്ലാവരുടെയും ഉണ്ട്. സരസ്വതി വീണ വായിക്കും, മഹാലക്ഷ്മിയും പിന്നെ പാട്ടുപാടും, ഇന്ദ്രൻ വാദ്യഘോഷം ചെയ്യും, മഹാവിഷ്ണു മൃദംഗം വായിക്കും. ഇതെല്ലാം അവിടെ. ഇത്രയും സംഭവത്തിന്റെ ഇടയ്ക്ക് പാർവതിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ പരമേശ്വരൻ നൃത്തം ചെയ്യാൻ സാധിക്കൂ. ഇതാണ് മയിലിനും വിഷുവിനും. ഇവിടെ എന്താണ് കാര്യം? അപ്പോൾ മയിൽ നൃത്തം ചെയ്യണമെങ്കിൽ എന്തെല്ലാം വേണം നമ്മൾ പറഞ്ഞു. ഭക്തന്റെ മനസ്സിനെ ഒരു മയിലായി സങ്കല്പിക്കും. അപ്പം ഭക്തന്റെ മയിലാകുന്ന മനസ്സിനെ സന്തോഷിപ്പിക്കാൻ കാർമേഘമായി, ഇടിയായും, മിന്നൽ പിണറായും, വർഷമായും വർത്തിക്കുന്നവൾ ദേവി. അതാണ് ഭക്ത ചിത്ത കേകി ഗണാഗണായി നമഃ. ഇത്രയും താല്പര്യം ഉൾക്കൊണ്ടാണ് ആ പദം നമ്മൾ അർച്ചിക്കുന്നത്. പിരിപ്പോടുമ്പോൾ ഓർക്കണം, നമ്മുടെ മനസ്സ് മയിലായിട്ടും ആ മയിലാകുന്ന നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാർമേഘമായി വർത്തിക്കുന്നവൾ ദേവി. ഭക്തന്റെ മനസ്സാകുന്ന മയിലിനെ സന്തോഷിപ്പിക്കുന്ന കാർമേഘമായി വർത്തിക്കുന്നവൾ ദേവി. ഭക്ത ചിത്ത കേകി ഗണാഗണായി നമഃ. രോഗപർവ്വത ദമ്പോളയെ നമഃ. പർവ്വതം പോലുള്ള രോഗം, അതിനെ പൊടിപ്പൊടിയാക്കുന്നവൾ ദേവി. സാധാരണ പർവ്വതം മലയെ നമ്മൾ പൊട്ടിക്കുന്നത് മരുന്ന് വെച്ച് പാറയെ പൊട്ടിച്ചല്ലേ കഷ്ണം കഷ്ണമായി വരുന്നുണ്ടല്ലോ. അപ്പോ ഈ രോഗത്തെ പൊടിപ്പൊടിയാക്കുന്നവൾ ദേവി. ഇവിടെ രോഗം എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിൽ വരുന്ന രോഗമല്ല. ശരീരത്തിൽ വരുന്ന രോഗം ശരീരത്തിലുണ്ടാവും. അതിന് ധാരാളം ആന്റിബയോട്ടിക്, പാരസെറ്റമോൾ അതെല്ലാം ഉണ്ട്. ഇവിടെ രോഗം എന്ന് പറയുന്നത് മനസ്സിന് വരുന്ന എന്ത് കഷ്ടം വന്നാലും, എത്ര വലിയ കഷ്ടം വന്നാലും ദുഃഖം വന്നാലും ശരി, അത് മുഴുവൻ പൊടിപ്പൊടിയായി പോവും. എപ്പോ? ദേവിയുടെ സ്മരണം. ആപത്തിക്കും കരുണീയം സ്മരണീയം ചരണമായ ദേവിയുടെ പാദത്തെ മാത്രം സ്മരിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞു. ആപത്ത് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് വിശന്ന അമ്മയെന്ന് കരയും, കഷ്ടം വന്നാൽ അമ്മയെന്ന് കരയും. അമ്മയുടെ മുമ്പിൽ നിന്ന് നിൽക്കുക, അത്രയും മനസ്സിൽ കരുതിയാൽ മതി. അപ്പൊ അങ്ങനെ ദേവിയുടെ ആ പ്രഭാവത്തെയാണ് അവിടെ കാണിക്കുന്നത്. പർവ്വതം പോലുള്ള രോഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കഷ്ടം, സഹിക്കാൻ വയ്യാത്ത കഷ്ടം മനസ്സിലുണ്ടെങ്കിലും ആ കഷ്ടത്തെ ഒന്നുമില്ലാതെ പൊടിപ്പൊടിയാക്കി തരിപ്പണമാക്കുന്ന ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ പ്രാർത്ഥന കൊണ്ട് ഏത് മനക്കഷ്ടവും നമുക്ക് ഇല്ലാതാകുന്നതാണ്. ഇല്ലാതാകുന്ന പറഞ്ഞാൽ മനസ്സിൽ നിന്ന് പോകുന്നല്ല പറയുന്നത്, ആ കഷ്ടത്തെ അതിജീവിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും. അത്രയും അതാണ് കാര്യം. മൃത്യുദാര കുടാലികായ നമഃ. മരണമാകുന്ന മരത്തെ വെട്ടിമാറ്റുന്ന കോടാലിയായ ദേവി എന്ന് ഞാൻ തോന്നുന്നു. മരണമാകുന്ന മരം എന്ന് പറഞ്ഞാൽ, മരണമാകുന്ന മരം എന്ന് പറഞ്ഞാൽ മരണം, ഇനിയൊരു ജനനം ഉണ്ടെങ്കിലല്ലേ മരണം ഉണ്ടാവുകയുള്ളൂ. ഇനിയൊരു ജനനമില്ല എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ തന്നെ മോക്ഷം കിട്ടും. മോക്ഷദായിനി എന്നാണ് അർത്ഥം. അതിനെ മരണത്തെ ഇല്ലാതാക്കുന്ന കോടാലിയായി വർത്തിക്കുന്നവൾ ദേവി. മഹേശ്വരിയെ നമഃ. മഹേശ്വരി, മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്, അതിനേക്കാൾ വലുതൊന്നുമില്ല. അതാണ് ഈശ്വരൻ, മഹാ ഈശ്വരൻ. അതിന്റെ ശക്തി ആയതുകൊണ്ട് മഹേശ്വരി, 26 തത്വമായ ബ്രഹ്മവും, അതാണ് സുപ്രീം. അതിന് മേലെ ഒന്നുമില്ല. മഹാകാളിയെ നമഃ. മഹാകാളിയായ ദേവിക്ക് നമസ്കാരം. അസുര സംഹാരത്തിനായി ദേവി സ്വീകരിച്ചൊരു ഭയങ്കര രൂപമാണ് മഹാകാളി. നമ്മുടെ ദാരിദ്ര്യത്തെ നമ്മൾ കണ്ടു അല്ലേ? ക്ഷേത്രപാല സമർച്ചിതായ നമഃ എന്ന് പറഞ്ഞു. ക്ഷേത്രപാലൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥ കൊണ്ട് ദാരിദ്ര്യ അസുരൻ, അസുരനെ വധം ചെയ്യാനായി കാളിയെ സൃഷ്ടിക്കും ഭഗവാൻ. അസുരനെ വധിച്ചിട്ടും ആക്രോശം തീരുന്നില്ല ദേവിക്ക്. ആ കാളി സ്വരൂപത്തിന്റെ സ്വഭാവം ലോകത്തെ മുഴുവൻ വിഴുങ്ങുന്നുള്ള സ്ഥിതിയിൽ വന്നപ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ രൂപത്തിൽ പരമേശ്വരൻ അവതരിക്കുകയും ആ കുട്ടി കരയുന്നത് കണ്ട് ആ കാളി സ്വരൂപത്തിൽ ഇരുന്നാലും ഉള്ളിലിരിക്കുന്നത് ദേവിയല്ലേ. ആ മാതൃത്വം കാരണം ആ കുട്ടിയെടുത്ത് പാല് കൊടുക്കുകയും ആ പാല് കുടിക്കുന്നതിലൂടെ ദേവിയുടെ ആക്രോശത്തെയും ഭഗവാൻ അത് ഇല്ലാതാക്കി ഈ ലോകത്തെ രക്ഷിച്ചു. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ലോകം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ക്ഷേത്രപാലകൻ എന്ന് പറയുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വടക്കേ നടയിൽ ആ സന്നിധിയുണ്ട്, ക്ഷേത്രപാലകൻ. അതുകൊണ്ട് മഹാകാളിയെ നമഃ. മഹാഗ്രാസായ നമഃ. എല്ലാത്തെയും വിഴുങ്ങുന്നവൾ ദേവി. അപ്പൊ നമ്മൾ സൂക്ഷിക്കണമല്ലോ ഇത് തോന്നും. എപ്പോഴാ വിഴുങ്ങുന്നത്? മഹാപ്രളയ കാലത്ത് എല്ലാത്തിനെയും തന്റെ ഉദരത്തിൽ വെച്ച് ഗർഭത്തിലുള്ള ശിശുവിനെ എങ്ങനെ ഒരു അമ്മ സംരക്ഷിക്കുമോ അതേപോലെ നമ്മളെ സംരക്ഷിച്ച് അടുത്ത സൃഷ്ടി തുടങ്ങുമ്പോൾ അവനവന്റെ പാപപുണ്യ ഫലം അനുസരിച്ച് ആ ജീവന് പുനർജന്മം കിട്ടുന്നത്. ആ സമയത്ത് എല്ലാത്തിനും തന്റെ ഉദരത്തിൽ വെക്കുന്നതാണ് വിഴുങ്ങുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ അണ്ടചരാചരങ്ങളും ദേവിയുടെ ഉദരത്തിലാണ് ആ
അടുത്ത സൃഷ്ടി വരുന്നത്. മഹാപ്രളയം കഴിഞ്ഞാൽ അടുത്ത സൃഷ്ടി തുടങ്ങുന്നത് വരെ വീണ്ടും തുടങ്ങും. ഈ കലിയുഗം കഴിഞ്ഞാൽ വീണ്ടും ആദ്യം ത്രേതായുഗം, പിന്നെ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നുള്ളത് വീണ്ടും വരും. പേടിക്കേണ്ട, ഈ 3,75,000 വർഷമുണ്ട്, അത് കഴിഞ്ഞേ വരുള്ളൂ. നമ്മളൊന്നും അതിലകപ്പെടില്ല എന്ന് വിചാരിക്കും. അപ്പൊ എങ്ങനെയാണ് അടുത്ത ജന്മം ഉണ്ടാകുന്നത്? പുണ്യം മാത്രം ചെയ്താൽ ഈശ്വരതുല്യമായ പ്രവികൾ 5 ലക്ഷം. പാപം മാത്രം ചെയ്താൽ ചെടികൾ, കൊടികൾ, മരങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ 70 ലക്ഷം. 70 ലക്ഷം പ്രാവശ്യം ഏത് പ്രാണിയാണോ, ഏത് മൃഗമാണോ, ഏത് ഇതാണോ എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഏതിനെല്ലാം നമ്മൾ വക വരുത്തിയിട്ടുണ്ടോ അതായിട്ടെല്ലാം ജനിക്കുമെന്നാണ് സാധാരണ പറയാറുള്ളത്. അതുകൊണ്ട് ചിലന്തി അടിച്ചാലും വിധിയെ കൊണ്ടാലും പൂരത്തിന് അടിച്ചാലും ഓർമ്മിച്ചോളണം, നമുക്കൊരു ജന്മം പൂരമുണ്ട്, അടി കിട്ടും. 9 ലക്ഷം മനുഷ്യർ. ജന്തുനാം നരജന്മ ദുർലഭം എന്നുള്ളത് ആദിശങ്കരന്റെ വിവേക ചൂടാമണിയിലെ വാക്കാണ്. അത് വിശിഷ്ടമായ ഒരു കൃതിയാണ് വിവേക ചൂടാമണി. കംപ്ലീറ്റ് റോങ്, അത്രയും തത്വമാണ്. കുറച്ച് പ്രയാസമാണെന്ന് മനസ്സിലാക്കാൻ. പക്ഷേ മനസ്സിലാക്കി അത് താല്പര്യത്തോടെ പഠിച്ചാൽ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കും. അതിൽ വരുന്ന ശ്ലോകമാണ് ജന്തുനാം നരജന്മ ദുർലഭം. മനുഷ്യനായി കിട്ടുന്നതേ ദുർലഭമാണ്. അതും ഇതുപോലെ ദൈവിക കാര്യത്തിൽ വ്യാപൃതമാകുന്ന മനുഷ്യനായി കിട്ടുന്നത് അതിലും ദുർലഭം നടത്തും. അപ്പൊ നമ്മൾ എത്ര കണ്ട് ഭാഗ്യം ചെയ്തത് കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് മുമ്പിൽ വന്നിരുന്ന് ഇത് പറയാനും കേൾക്കാനും നമുക്ക് സാധിക്കുന്ന ആലോചനയാണ്. അപ്പൊ നമ്മളൊക്കെ ഭാഗ്യവന്മാരല്ലേ? ഈ ഭാഗ്യം നമുക്ക് തന്നതാരാ? ദേവിയാണ്. അപ്പൊ ദേവിയെ നമ്മൾ സ്മരിക്കണ്ടേ? അതാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് മഹാഗ്രാസായ നമഃ, മഹാശനായ നമഃ, എല്ലാം ഭക്ഷിക്കുന്നവൾ ദേവി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപർണായ നമഃ, ഋണങ്ങളെല്ലാം നീക്കുന്നവൾ ദേവി. ഋണം എന്ന് പറഞ്ഞാൽ കടം നടത്തും. നമുക്ക് എന്തെല്ലാം കടമുണ്ട്? ദേവകടം, ഋഷികടം, പിതൃകടം, ഇതെല്ലാം ഉണ്ട്. ദേവകടം എങ്ങനെ തീർക്കും? നാമപാരായണം, പൂജാതി കർമ്മങ്ങൾ ഇതെല്ലാം ചെയ്താൽ ദേവകടം തീരും. ഋഷികടം തർപ്പണാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഋഷികടം തീരും. പിതൃകടം ബലി നമ്മൾ ചെയ്യുന്ന കർക്കടഭാവനൊക്കെ ചെയ്യുന്നില്ലേ, ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് പിതൃകടം തീരും. ഈ 3 ഘടകങ്ങളും ഇല്ലാതായാൽ മാത്രമേ നമുക്ക് മോക്ഷത്തിലൂടെ പോകാൻ സാധിക്കുള്ളൂ. അതിനാണ് നമ്മൾ ഈ മനുഷ്യജന്മം എടുക്കുന്നത്, അതിലില്ലാതാക്കാൻ. അങ്ങനെ ഋണം, കടം ഇല്ലാതാക്കി നമ്മളെ ഋണവിമുക്തനാക്കി നമുക്ക് അനുഗ്രഹം ചെയ്യുന്നവൾ ദേവി ആയതുകൊണ്ട് അപർണായേ നമഃ, ചണ്ഡികായേ നമഃ, ചണ്ഡികയായ ദേവിക്ക് നമസ്കാരം. അസുര സ്വഭാവമുള്ളവരിൽ ദേവി ക്രുദ്ധയായി കാണപ്പെടുന്നു. ക്രുദ്ധയാവുന്നു എന്നല്ല, ദേവിക്ക് കോപമില്ലാന്ന് തിരുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ആർക്കാണ് ക്രോധയായിട്ട് തോന്നുന്നത്? അസുരവൃത്തിക്ക് തോന്നുന്നു അല്ലെ? നമ്മൾ സാധാരണ റോഡിൽ നടന്നു പോകുന്ന ഒരു പോലീസുകാരനും നമ്മൾ പേടിക്കുമോ? ഇല്ല. പക്ഷേ എന്തെങ്കിലും മോഷണം ചെയ്തിട്ടാണ് ഒരുത്തർ പോകണമെങ്കിലോ അവനറിയാതെ അവരെ കാണുമ്പോൾ പേടിക്കും. കാരണം എന്താ? അവന്റെ ഉള്ളിലെ തെറ്റ് ആണ് അവനെ പേടിപ്പിക്കുന്നത്. അതേപോലെ അസുരവൃത്തിക്ക് ദേവിയെ കാണുമ്പോൾ ദേവി ക്രുദ്ധയായിട്ട് തോന്നും. ദേവി ക്രുദ്ധയൊന്നുമില്ല, ശാന്ത തന്നെയാണ്. യാ ദേവി സർവഭൂതേഷു ശാന്തി രൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. സമാധാന രൂപമാണ് ഈശ്വര സ്വരൂപം, ദേവി സ്വരൂപം. ഒരിക്കലും കോപം ദേവിക്കില്ല. പക്ഷേ ഈ അസുര സ്വഭാവമുള്ളവരിൽ ക്രോധമായി തോന്നുന്നവരുണ്ട് ചണ്ഡികാദേവി. ചണ്ഡമുണ്ടാസുര നിഷൂദിന്യന്മ, ചണ്ഡൻ മുണ്ടൻ എന്ന അസുരന്മാരെ വധിച്ചവൾ ദേവി. ആരാണ് ഈ ചണ്ഡമുണ്ടന്മാർ? സുമ്മനിസുന്മാരുടെ ഭൃത്യന്മാരാണ് ഈ ചണ്ഡനും മുണ്ടനും. അവരിങ്ങനെ ലോകം ചുറ്റിക്കറങ്ങും, ഇവിടെ എന്തെല്ലാം നടക്കുന്നു എന്ന് മഹാരാജാവിനെ അറിയിക്കും. ഇതാണ് അവരുടെ ജോലി. അപ്പോൾ നീണ്ടനാൾ തപസ്സിരുന്ന് ഇന്ദ്രലോകം മുഴുവൻ കൈയടക്കി ലോകത്ത് ദേവന്മാരെല്ലാം അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് സുമ്മനിസുന്മാർ. അപ്പോഴാണ് പക്ഷെ അവരൊരു വരം വാങ്ങിച്ചിട്ടുണ്ട്, ഒരു സ്ത്രീ അല്ലാതെ ആരിൽ നിന്നും ഞങ്ങൾ വധിക്കാൻ പാടില്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് കഴിയും. അയാൾക്ക് അറിഞ്ഞൂടാ സ്ത്രീയുടെ ശക്തി എന്താണ്. സ്ത്രീ ശക്തി ഇപ്പൊ ഭയങ്കരമായിട്ട് പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തി തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ശിവശക്തിയായുക്തവും ഇതിവപതി ശക്തപ്രഭവിതും നരേദേവം ദേവോ നഗരു കുശല സ്പന്ദിതുമപി. ഇരിക്കുന്നിടത്ത് അങ്ങനെ ഇരുന്നു പോകും. ശിവൻ അനങ്ങാൻ പോലും പറ്റൂല. ലോകേശ്വരനാണ്, മഹേശ്വരനാണ്. ശക്തി ഇല്ലെങ്കിൽ അവിടെ ഇരുത്തി അനങ്ങില്ല. ഈ കൈ ഇങ്ങനെ അനങ്ങണമെങ്കിൽ ശക്തി വേണമല്ലോ, അല്ലെങ്കിൽ കൈ ഇങ്ങനെ. അതേപോലെ ശിവൻ
അവിടെ ശക്തിക്ക് പ്രാധാന്യമില്ലെന്നല്ല, പക്ഷെ അവരത് നിസ്സാരമായിട്ട് കണ്ടു. അങ്ങനെയാണ് ദേവി അവതരിച്ചത്. അവതരിക്കുമ്പോൾ ദേവി പറയുന്നു, അവൻ ബലത്തിന്റെ ബലത്തിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഉടനെ അവന് വധം ചെയ്യാൻ സാധിക്കില്ല, സ്വല്പം കാലതാമസം എടുക്കും, അതുവരെ നിങ്ങൾ ക്ഷമിക്കണം, ഉചിത കാലത്ത് ഞാൻ അവരെ വധിച്ചോളാം. അങ്ങനെ സുമ്മനസുമ്മരെ വധിക്കാനായിട്ട് ദേവി അവതരിച്ചു. ഹിമാലയ പർവ്വതത്തിൽ സ്വർണ്ണ ഊഞ്ഞാലിൽ ഒരു ബാലികയെ പോലെ അങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചണ്ടമുണ്ടന്മാർ വന്ന് ദേവിയെ കാണുന്നതും സുമ്മനസുമ്മയുടെ അടുത്ത് പോയി ഇവിടെ വർണ്ണനയൊക്കെ പറഞ്ഞു. കഥ പറഞ്ഞ ദേവിമാർക്ക് മുഴുവൻ പറയേണ്ടി വരും. നമ്മുടെ നവാഹത്തിന്റെ ഭാഗമായിട്ട് അത് പറയാൻ പറ്റില്ല, അതിന് പ്രത്യേകം തന്നെ വേണം ഒരു ദിവസം. അങ്ങനെ ദേവിയുടെ പ്രഭാവത്തെ പോയി പറയുന്നത് ചണ്ടമുണ്ടന്മാരാണ്. അങ്ങനെ അവസാനം യുദ്ധം ആയി അവരെ ഓരോ അസുരന്മാരായിരിക്കും. അവസാനം പറയും, നിങ്ങളാണല്ലോ ഇതിനെല്ലാം കാരണം, മിണ്ടാതിരുന്ന എന്നെ ദേവിയുടെ സ്വരൂപത്തെ വർണ്ണിച്ച് ഇളക്കി വിട്ടത് നിങ്ങളാണ്, നിങ്ങൾ പോയി എന്ന് പറയുമ്പോൾ ദേവി ഈ ചാമുണ്ടിയെ സൃഷ്ടിക്കും. വരുന്ന ചണ്ടമുണ്ടന്മാരെ നീ വധിക്കണം എന്ന് പറയും. അങ്ങനെ ദേവിയുടെ മുഖത്ത് നിന്നും ചാമുണ്ടേശ്വരി അവതരിക്കും. ആ ചാമുണ്ടേശ്വരി വന്ന് ചണ്ടമുണ്ടന്മാരെ വധിച്ച് ആ രണ്ടുപേരുടെ തലയെടുത്ത് ദേവിയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. ചണ്ടൻ മുണ്ടൻ എന്ന പശുവിനെ ഞാൻ വധിച്ചു, നിങ്ങൾ തുടങ്ങിയ യാഗത്തിൽ ഈ വലിയ പശുവുണ്ട് സുമ്മൻ സുന്മാർ, അത് വധിക്കാൻ നിങ്ങൾ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞതായിരുന്നു ദേവിമാർക്കുന്നത്. ചണ്ടനെയും മുണ്ടനെയും വധിച്ചത് കൊണ്ടാണ് ചാമുണ്ടി എന്ന് പേര് വരാൻ കാര്യം. അതാണ് മൈസൂരിലുള്ള ചാമുണ്ടേശ്വരി ക്ഷേത്രം. അവിടെ മഹിഷാസുരത്തേക്ക് എഴുതി വെച്ച് കാണാം, അബദ്ധം. ചണ്ടമുണ്ടന്മാരെ വധിച്ചതാണ് ദേവി. ചണ്ടമുണ്ടന്മാരെ വധിച്ച് ദേവന്മാർക്ക് അനുഗ്രഹം ചെയ്ത ദേവി എന്ന് ഞാൻ സ്തോത്രം ചെയ്തു. ചണ്ടമുണ്ടാത്ര വിശുദ്ധിന്യനമഃ. ക്ഷരാക്ഷരാത്മകനായ നമഃ. ക്ഷരവും അക്ഷരവുമായ ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നതും നശിക്കാത്തതുമായതെല്ലാം ഈശ്വരസ്വരൂപം. നശിക്കുന്നത് ഈ ലോകം, നമ്മൾ ഉൾപ്പെടെ എല്ലാം, കണ്ണാടി, മുണ്ട്, ഇത് എല്ലാമേ ഇത് കുറച്ചു നാൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തയായി പോകും, കളയേണ്ടി വരും അല്ലെ. ഏത് സാധനവും ഒരു പരിധി വരെ നമുക്ക് അത് ഉപയോഗപ്പെടുള്ളൂ, അത് കഴിഞ്ഞാൽ അത് വേസ്റ്റ് തന്നെയാണ്, ഈ ശരീരം ഉൾപ്പെടെ അല്ലെ. അതുകൊണ്ട് ഇതെല്ലാം, പക്ഷെ ഇതെല്ലാം ദൈവത്തിന്റെ സ്വരൂപം, അനുഗ്രഹം കൊണ്ട് കിട്ടിയത്. അതുകൊണ്ട് നശിക്കുന്നതും ഇത് തന്നെ, നശിക്കാതിരിക്കുന്നതും ദൈവം. നശിക്കുന്നതെല്ലാം മായക്കുള്ളിലുള്ളത്, നശിക്കാത്തത് മായക്ക് അതീതമായത് 26 നക്ഷത്രമായ ബ്രഹ്മം. ചരാക്ഷരാത്മികായ നമഃ. സർവ്വലോകേശ്വരി നമഃ. എല്ലാ ലോകങ്ങൾക്കും ഈശ്വരിയായിരിക്കുന്നവൾ ദേവി എന്ന് പറഞ്ഞാൽ എങ്ങും നിറഞ്ഞിരിക്കുന്നത് ഈശ്വര സ്വരൂപമാണ്. വിശ്വധാരിണ്യേ നമഃ. ഈ പ്രപഞ്ചത്തെ ധരിക്കുന്നവൾ. ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നടത്തുക. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിനെ നടത്തിക്കൊണ്ടുപോകുന്നത് ഈശ്വരി തന്നെയാണ്. ത്രിവർഗദാത്രേ നമഃ. ധർമാർത്ഥ കാമങ്ങൾ എന്ന ത്രിവർഗത്തെ നൽകുന്നവൾ. ധർമ്മം, അർത്ഥം, കാമം, ഇത് കഴിഞ്ഞാലേ മോക്ഷം. ചതുർഭാഗ സമന്വിത എന്നുള്ള ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, 4 കൈകളാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മം, അർത്ഥം, കാമം കഴിഞ്ഞാലേ മോക്ഷത്തിലോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സാധാരണ ഇപ്പൊ ഹിമാലയത്തിൽ സന്യാസം വേണമെന്ന് ചോദിച്ചാൽ ഉടനെ കൊടുക്കൊന്നുമില്ല. ഇപ്പോ ഒരു 5 വർഷം കഴിഞ്ഞു വാന്ന് പറയും. 5 വർഷം ഇവനെല്ലാം അനുഭവിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ അവർക്ക് സന്യാസം കൊടുക്കൂ. എല്ലാം ക്രിസ്തു മതത്തിൽ അങ്ങനെ തന്നെ. പെട്ടെന്ന് ആയിക്കഴിഞ്ഞാൽ അവർക്ക് 3-4 സ്റ്റേജുണ്ട്. ആ 2-3 സ്റ്റേജ് വരെ കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു ചാൻസ് കൊടുക്കും. വേണമെങ്കിൽ they can go back. ഫൈനൽ സ്റ്റേജിൽ എത്തിയാൽ പിന്നെ മാറാൻ പറ്റില്ല. അപ്പോഴൊരു ചാൻസ് കൊടുക്കും. എന്നിട്ട് അവർക്ക് പൂർണ്ണമായിട്ടും സന്യാസ പദവി കൊടുക്കും. അത്ര പെട്ടെന്ന് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ധർമ്മമർത്ഥം കാമം കഴിഞ്ഞാലേ മോക്ഷം ലഭിക്കുകയുള്ളൂ. ത്രിവർഗദാത്രേ നമഃ. സുഭഗായേ നമഃ. സൗഭാഗ്യവതിയായ ദേവിക്ക് നമസ്കാരം. ഭഗശബ്ദത്തിന് ഐശ്വര്യം, നേരത്തെ നമ്മൾ പറഞ്ഞു, മാഹാത്മ്യം, വീര്യം, യശസ്, കീർത്തി, ശ്രീ, ഇതെല്ലാം ചേർന്നതാണ് ഭഗം. ആ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഭഗവാൻ, ഭഗവതി എന്ന് പറയാൻ കാര്യം. സുഭഗായേ നമഃ. ത്രയംബികായേ നമഃ. ത്രയംബകൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ, ത്രയംബികൈ എന്ന് പറഞ്ഞാൽ പരമേശ്വരന്റെ ശക്തി, ഒരു പര്യായം. ത്രിഗുണാത്മികായ നമഃ. ത്രിഗുണസ്വരൂപിണിയായ ദേവിക്ക് നമസ്കാരം. സത്വം, രജസ്, തമസ് 3 ഗുണങ്ങളോട് കൂടിയവൾ ദേവി. അതാണ് കാഞ്ചി കാമാക്ഷി, മധുര മീനാക്ഷി, കാശി വിശാലാക്ഷി, ആറ്റുകാലമ്മ, ശ്രീകണ്ഠേശ്വര ദുർഗാദേവി. ഇനി ഏതെല്ലാം പേരിൽ നമ്മൾ സങ്കല്പിക്കുന്നുവോ അതെല്ലാം സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളോടുകൂടി നമ്മളെ പോലെ മനുഷ്യ രൂപത്തിൽ സങ്കല്പിക്കുന്ന ദേവതാ സ്വരൂപം. അതും ദേവി തന്നെയാണ്. ഒറിജിനൽ ദേവി ഏതാ? 26-ാം തത്വമായ ബ്രഹ്മം. അതിന് നിറമില്ല, മണമില്ല, രൂപമില്ല. അപ്പം നാമവുമില്ല. രൂപമുണ്ടെങ്കിലേ നാമം. ഒരു രൂപമുണ്ടെങ്കിലേ നാമം. രൂപമില്ലാത്തതിന് എങ്ങനെ നാമം കൊടുക്കാൻ പറ്റും? സ്വർഗാപവർഗദായ നമഃ.
സ്വർഗവും മോക്ഷവും നൽകുന്നവൾ ദേവി. സ്വർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് സത്സംസർഗ, സ്വർഗം നല്ല സംസർഗം തന്ന് നല്ല വിഷയങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യവും തന്ന് അതിലൂടെ നമ്മൾ സത്വൃത്തനാക്കി മനസ്സിൽ നിന്നും മോഹത്തെ കുറച്ചുകൂടി ഇല്ലാതാക്കി നമുക്ക് മോക്ഷത്തെ കൊടുക്കുന്നവൾ ദേവി എന്നർത്ഥം. ശുദ്ധായ നമഃ, ശുദ്ധയായ ദേവിക്ക് നമസ്കാരം. ശുദ്ധ എന്ന് പറഞ്ഞാൽ അവിദ്യാസ്പർശം ഏക്കാത്തതാണ് ശുദ്ധം. അശുദ്ധമല്ലാത്തതല്ല ശുദ്ധം, അത്രയേ ഉള്ളൂ. അവിദ്യാസ്പർശം എന്ന് പറഞ്ഞാൽ ഈ മായക്കുള്ളിലുള്ള ജീവിതമാണ് സത്യം എന്ന് വിചാരിക്കുന്നതാണ് അവിദ്യ. ഇതല്ല, മായക്ക് അതീതമായ ബ്രഹ്മമാണ് സത്യം എന്ന് പറയുന്നത് വിദ്യ. ആ വിദ്യാസ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് ശുദ്ധായ നമഃ. ജപാപുഷ്പ നിഭാകൃത്യേ നമഃ. ജപാപുഷ്പം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി. ജപാപുഷ്പം എന്തോന്ന് വിചാരിക്കുന്ന സാധാരണ ചെമ്പരത്തി പൂവിൽ താല്പര്യമുള്ളവർ. എന്താണ് ചെമ്പരത്തി പൂ? ചുമന്ന നിറം, ദേവിക്ക് ഇഷ്ടമുള്ള പൂ, തെറ്റിപ്പൂ, എല്ലാം ചുവപ്പാണ് വരുന്നത്. ദേവിയുടെ പ്രസാദ കുങ്കുമം, വസ്ത്രം ചുവപ്പ്, വാഹനം സിംഹം ചുവപ്പ്. ചുവപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള രജോ ഗുണത്തിന്റെ പ്രതീകം. ഭക്തന്മാരുടെ രജോ ഗുണത്തെ മുഴുവൻ സ്വീകരിച്ച് അതെല്ലാം ചുവപ്പ് നിറത്തിൽ ദേവി അതിനെ സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഭക്തൻ നിന്നും രജോ ഗുണത്തെ ഇല്ലാതാക്കുന്നവൾ. അതാണ് ചുവപ്പ് പറയുന്നത്. ഓജോപത്യേ നമഃ. ഓജസ്വിയായ ദേവിക്ക് നമസ്കാരം. ഓജസ് എന്ന് പറഞ്ഞാൽ പ്രാണശക്തി. നമ്മുടെയൊക്കെ ഉള്ളിൽ പ്രാണശക്തി ആയിരിക്കുന്നത് ദേവി തന്നെയാണ്. ദ്യുതിധരായേ നമഃ. പ്രഭയുക്ത ദേവിക്ക് നമസ്കാരം. പ്രഭയുക്ത ദേവി എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും പ്രഭയായിരിക്കുന്നവൾ, ശോഭയായിരിക്കുന്നവൾ ദേവി. യജ്ഞരൂപായ നമഃ. യജ്ഞരൂപിണിയാണ് നമസ്കാരം. യജ്ഞം എന്ന് പറഞ്ഞാൽ മനസ്സിന് സന്തോഷത്തെ കൊടുക്കുന്നതാണ് യജ്ഞം. മനുഷ്യന് സന്തോഷത്തെ, ന്യായമായ രീതിയിൽ സന്തോഷം, നിരന്തരമായ സന്തോഷത്തെ കൊടുക്കുന്നതാണ്. അതാണ് യജ്ഞം. ആ യജ്ഞ സ്വരൂപിണിയായിരിക്കുന്നത് ദേവി. പ്രിയപ്രദായ നമഃ. വ്രതങ്ങളിൽ പ്രിയമുള്ളവൾ. വ്രതം എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷ്ഠയോടുകൂടി ഒരു കാര്യം ചെയ്യുന്നതാണ്. അത് ഇന്നും അത് ചെയ്യുന്നവരുണ്ട്. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത ഒരു കുട്ടി 24 വയസ്സായ ഒരു പെൺകുട്ടിയാണ്. അത് വർക്കലയിലാണ് വർക്ക് ചെയ്യുന്നത്. രാവിലെ വന്ന് പച്ചവെള്ളം കഴിക്കുക. പ്രദോഷ ദിവസം വണ്ടിയിൽ വന്ന് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദീപാരാധന കഴിഞ്ഞ് ഇവിടെ നിന്ന് പ്രസാദം കൊടുക്കും. അതേ കഴിക്കും. നമ്മള് കഷ്ടം തോന്നും. നമ്മളെല്ലാം രാവിലെ കാപ്പി ഇല്ലേ, ഉച്ചയ്ക്ക് ഭക്ഷണം, ഇടയ്ക്ക് 3 മണിക്ക് കാഫിയുടെ കുടിച്ചിട്ടാണ് പണിയെടുക്കുന്നത്. ആ കുട്ടി തളർന്നും വല്ലാണ്ടിരിക്കും. ആഹാരം കഴിച്ചില്ലെങ്കിൽ തളർച്ച ഉണ്ടാകുന്നു. പക്ഷേ താഴെ വീഴുന്നു. അപ്പൊ ഞാൻ വർക്ക് കുറച്ച് കൊടുത്തപ്പോൾ എൻ്റെ സാർ എനിക്ക് വർക്കില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരും, ക്ഷീണം വരും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത്രയും ഭംഗിയായിട്ട് എന്താ ഉദ്ദേശം? നല്ല ഭർത്താവിനെ കിട്ടണം, അതാണ് അതിൻ്റെ ആഗ്രഹം. അതുപോലെ കിട്ടിയത് സൗഖ്യമായി ഇരിക്കുകയും ചെയ്യുന്നു. എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ആ ചെറിയ പ്രായത്തിലെ അതൊരു നിഷ്ഠയായിട്ട്, അതാണ് വ്രതം എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയാണല്ലോ അല്ലെ, ഓരോന്നും ഒരു ഇന്ന ദിവസം ഇന്നത് ചെയ്യണം, അതൊരു ചിട്ടയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നു. ഇതാണ് വ്രതം. ആ വ്രതത്തിൽ പ്രിയമുള്ളവർ എന്ന് പറഞ്ഞാൽ നിഷ്ഠയോടുകൂടി നമ്മളൊരു കാര്യം തുടർച്ചയായിട്ട് ചെയ്താൽ അതിന്റെ ഫലം തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. നൽകുന്നവൾ ദേവി. അതുകൊണ്ട് ഇവിടെ പ്രിയപ്രദായ നമഃ. ദുരാരാധ്യായ നമഃ. ആരാധിക്കാൻ വിഷമമുള്ളവൾ ദേവി. എളുപ്പമുള്ളവൾ എന്ന് പറഞ്ഞ് ആരാധിക്കാൻ വിഷമമുള്ളവൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആർക്കാണ്? ആരാണോ ദുഷ്ടചിന്തയിൽ കഴിയുന്നത് അവനെ ആരാധിക്കാൻ വിഷമമുള്ളവർ. നമ്മുടെ മനസ്സിലൊന്നും ദുഷ്ടചിന്തയില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിരിക്കും അല്ലേ? ഈ സമയത്ത് വേറെ എന്തെങ്കിലും അല്ലേ ചെയ്യും. എത്ര സീരിയൽ മിസ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ കാണാൻ സംരക്ഷിക്കുക, അത് വേറെ കാര്യം. എന്നാലും ഇതെല്ലാം കളഞ്ഞിട്ടില്ലേ നമ്മൾ വരുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലൊക്കെ നല്ല ചിന്തയാണ്. യാരുടെ മനസ്സിൽ ദുഷ്ടചിന്തയുണ്ടോ അവർക്ക് ആരാധിക്കാൻ പ്രയാസമുള്ളതെന്ന് പറഞ്ഞാൽ ഈശ്വര വിചാരത്തിൽ ഇരിക്കുന്നവന്റെ മനസ്സിൽ ദുഷ്ടചിന്ത വരില്ല. തിരിച്ചാണ് എടുക്കേണ്ടത്. ദുഷ്ടചിന്തയുള്ളവർക്ക് ആരാധിക്കാൻ പറ്റാത്തവണ്ണം ആരെല്ലാം ആരാധിക്കുന്നു അവരുടെ മനസ്സിലൊന്നും ദുഷ്ടചിന്ത ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആരാധന കൊണ്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ നല്ല ചിന്തകൾ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. എന്ന് അനുഗ്രഹിക്കുന്നവൾ ദേവി. ദുരാദർശായ നമഃ. ആർക്കും ജയിച്ച് കീഴ്പ്പെടുത്താൻ പറ്റാത്തവൾ ദേവി. അല്ലെ, ഒരു മനുഷ്യർക്കും ദേവിയെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ കാര്യം നടന്നെങ്കിൽ ദേഷ്യപ്പെട്ട് പോകും. മനുഷ്യ സ്വഭാവമാണ്. ഞാൻ പറഞ്ഞ പോലെ പ്രാർത്ഥന ചെയ്തു, നടന്നില്ല, ഞങ്ങളുടെ തോന്നില്ല, എന്നെ അനുഗ്രഹിച്ചു കാണുന്നത്. എന്നാലും കുറച്ചുനാൾ കഴിയുമ്പോൾ തനിയെ മനസ്സ് മാറ്റും. അതാണ് അത് ആ വിഗ്രഹത്തിന്റെ കഴിവ്. ഏത് കാരണം കൊണ്ട് പോയില്ലയോ ആ കാരണം ഒന്നി നടക്കും, അല്ലെങ്കിൽ അത് നടന്നില്ലെങ്കിലും സാരമില്ല എന്നുള്ള തോന്നൽ വന്ന് അവർ വീണ്ടും തിരിച്ചു വരും. ദേവിയെ കീഴ്പ്പെടുത്താൻ ആർക്കും
ആർക്കും സാധിക്കില്ല. ദേവി എന്ന് പറഞ്ഞാൽ ഈശ്വര സ്വരൂപത്തെ കീഴ്പ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. ദുരാദർശായ നമഃ. പാടലി കുസുമപ്രിയായ നമഃ. പാടലി പുഷ്പം ഇഷ്ടപ്പെടുന്നവൾ ദേവി. എന്താണ് പാടലി പുഷ്പം? ചുവപ്പും വെളുപ്പും നിറമുള്ള ഒരു പൂവാണ് പാടലി പുഷ്പം. പരമേശ്വരൻ എങ്ങനെയാണോ പൂവളം ബില്വം പ്രിയം, അതുപോലെ ദേവിക്ക് പാടലി പുഷ്പം വളരെ പ്രിയമുള്ളതാണ്. മഹത്തീ നമഃ. എല്ലാത്തിലും മഹത്തായ ദേവിക്ക് നമസ്കാരം. മേരു നിലയായ നമഃ. മേരു പർവ്വതത്തിൽ വസിക്കുന്നവൾ. മേരു പർവ്വതം എന്ന് പറഞ്ഞാൽ ഹിമാലയം എന്ന വാക്യാർത്ഥം. ആത്മീകമായ അർത്ഥം മൂലം, സ്വതിഷ്ഠനം, മണിപൂരം, മനാഗളം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. ഏഴാമത്തെ ആധാരമായ മൂർത്തിയിൽ നിൽക്കുന്ന 1000 വീതമുള്ള താമരയിൽ വസിക്കുന്നവൾ ദേവി. അതാണ് മേരു നിലയായ നമഃ. മന്ദാര കുസുമപ്രിയായ നമഃ. മന്ദാരപ്പൂ ഇഷ്ടപ്പെടുന്ന ദേവിക്ക് നമസ്കാരം. വീരാരാധ്യായ നമഃ. വീരന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ. വീരൻ എന്ന് പറഞ്ഞാൽ എന്ത്? നല്ല ബലമുള്ളവൻ, ധൈര്യമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. അത് ധൈര്യവും ബലവും ഞാൻ പറഞ്ഞ ഒരു പോക്കിരിക്കും ഉണ്ടാവും. പക്ഷെ അതൊരു നല്ല ഗുണമല്ല. ആരാണ് വീരൻ? 14 പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ദമ്പം, ദർപ്പം, ഈർഷ്യ, അസൂയ, ഇച്ഛ, അഹങ്കാരം, രാഗം, ദ്വേഷം. നമ്മളെ മനുഷ്യർക്കൊന്നും ഇല്ലാത്തത്. കാമക്രോധാദികളെ ആര് ജയിക്കുന്നുവോ അവനാണ് വീരൻ. ആ വീരന്മാരിൽ പ്രിയമുള്ളവൾ. അപ്പൊ ദേവിയെ തൊഴുത് ദേവിയുടെ അനുഗ്രഹം നമുക്ക് വേണമെങ്കിൽ നമ്മൾ വീരനായി മാറണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നും കാമം, ക്രോധം, ലോഭം, മോഹം ഇതെല്ലാം ഇല്ലാതാകണം. വാക്കുകൊണ്ട് എളുപ്പത്തിൽ പറയാൻ സാറേ, പക്ഷേ പ്രാവർത്തികമാക്കാൻ കുറച്ച് പ്രയാസമാണെന്ന് തോന്നും തന്നെ. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്കത് മനസ്സിലാവും. അറ്റ്ലീസ്റ്റ് കോപം വരുമ്പോഴെങ്കിലും ഇത് ഓർമ്മിക്കുക, ഈ വാക്ക് ഓർമ്മിക്കുക. നിങ്ങളിങ്ങനെ പറഞ്ഞല്ലോ, ഓർമ്മിക്കുക. അത് മതി. ആ ക്രോധം തനിയില്ലാതാകും. അങ്ങനെയുള്ള വീരന്മാരിൽ പ്രിയമുള്ളവൾ. വിരാട് രൂപായ നമഃ. പ്രപഞ്ച രൂപത്തിൽ വർത്തിക്കുന്നവൾ രൂപി. വിശ്വരൂപം, വിരാട് രൂപം എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത സഹസ്രാരം ഗുജാവുണ്ടായിരുന്ന സഹസ്രാക്ഷേമ സഹസ്രപദേമ നമ്മൾ കണ്ടില്ലേ? 1000 കാൽ, 1000 പദം, 1000 കണ്ണ്. ഈ 1000 എന്നൊക്കെ പറയുന്നത് ന്യൂമറിക്കൽ വാല്യൂ അല്ല, അൺകൗണ്ടബിൾ എന്നാണ്. വിരജായ നമഃ. രജസ്സില്ലാത്ത ദേവിക്ക് നമസ്കാരം. എന്തുകൊണ്ട് രജസ്സില്ല? നമ്മുടെ രജസ്സിലേക്ക് ദേവി എടുക്കുന്നു. ദേവിക്ക് രജോഗുണം. രജോഗുണം ഉണ്ടെങ്കിൽ ദേഷ്യം വരും. ദേവിക്ക് ദേഷ്യമില്ലല്ലോ. രജോഗുണം ഇല്ലാത്തവൾ ദേവി എന്ന് പറയുമ്പോൾ ദൈവകോപം എന്ന് പറയുന്നത് ശരിയാണോ? അത് വെറുതെ നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒരിക്കലും വിശ്വസിക്കരുത്. അങ്ങനെ ആര് പറഞ്ഞാലും അത് വിശ്വസിക്കരുത്. ഒരു ദേവി കോപിക്കില്ല. കോപിച്ചാൽ അത് ദേവിയല്ല, സാധാരണ മാമി, സാധാരണ സ്ത്രീ. നമുക്കേ ഉള്ള കോപമല്ല, ദേവിക്ക് കോപമൊന്നുമില്ല. അങ്ങനെ കോപിക്കാൻ തുടങ്ങിയാൽ ആർക്കത് എതിർക്കാൻ സാധിക്കും? അല്ലേ? കരുണാമയ, സർവജ്ഞത്വം, സർവ നിര്യാമകത്വം, പരമകാരുണികത്വം, ഇതൊക്കെയാണ് ഈശ്വര സ്വരൂപത്തിന്റെ ഡെഫിനിഷനായി പറയുന്നത്. ഒരിടത്ത് പോലും ദേഷ്യം എന്നുള്ള വാക്ക് പറഞ്ഞിട്ടില്ല. ഒരു വിഗ്രഹവും വിരൽ ചൂണ്ടി ഇങ്ങനെ നിന്നിട്ടുമില്ല. ആയുധം നമുക്ക് നേരെ പ്രയോഗിക്കുന്നുമില്ല. ഏത് വിഗ്രഹം എങ്ങനെയായിരിക്കുന്നത്? അനുഗ്രഹിക്കുന്ന പോലെയാണ്, അല്ലേ? അപ്പൊ അങ്ങനെയാകുമ്പോൾ ദേവിക്ക് എങ്ങനെ ദേഷ്യം വരും? അതുകൊണ്ട് രജോഗുണം ഇല്ലാത്തവൾ ദേവി. രജോഗുണം, ക്രോധം, പ്രതികാര ബുദ്ധി, ഇതൊക്കെയാണ് രജോഗുണത്തിന്റെ സ്വഭാവം. വിശ്വതോ മുഖേ നമഃ. വിശ്വമെങ്ങും മുഖമുള്ളവൾ ദേവി. കാരണം എങ്ങും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് എല്ലായിടത്തും ദേവിയുടെ ദൃഷ്ടി പതിയുന്നതുകൊണ്ട് എല്ലായിടത്തും മുഖമുള്ളവൾ എന്ന അർത്ഥത്തിൽ പറയുന്നു. പ്രത്യേക രൂപായ നമഃ. അകത്ത് കാണേണ്ടവളായ ദേവിക്ക് നമസ്കാരം. അപ്പൊ എല്ലാവരുടെ ഉള്ളിലും ആത്മസ്വരൂപമായിരിക്കുന്നതാണ് ഈശ്വരൻ. ആ ഈശ്വരനെ അകക്കൺ കൊണ്ട് കാണിക്കുന്നു. അതാണ് പറയുന്നത്, പുറംകണ്ണ് തുറപ്പിപ്പൂ പുലർവേളയിൽ അംശമാണ്. അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. കൊച്ചിൻ ക്ലാസ് പണ്ട് കാലത്ത് മലയാള പുസ്തകത്തിൽ സ്കൂളിലുള്ള പാട്ട് പുറംകണ്ണ് തുറപ്പിപ്പൂ പുലർവേളയിൽ അംശമാണ്, അല്ലെ? ഈ കണ്ണ് തുറക്കുന്നപ്പോഴാണ് സൂര്യൻ ഉദിക്കുമ്പോൾ. പക്ഷേ അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. ഇതിന് 2 ഡെഫിനിഷനുണ്ട്. ചെറുപ്പത്തിൽ പഠിക്കണം എന്ന് പറയും. പഠിപ്പിക്കുന്ന ആശാൻ പഠിക്കുന്ന കുട്ടിയുടെ സ്റ്റേജിൽ താന്നു പറയും. അതാണ് ആശാന്റെ ബാല്യത്തിൽ എത്തിയാലേ അകക്കണ്ണ് തുറക്കുള്ളൂ. കൊച്ചു കുട്ടികളുടെ പറയുമ്പോൾ പഠിച്ചോടിക്കില്ലേ? നിർത്തി പറഞ്ഞാലേ അത് ഉൾക്കൊണ്ട് പറയാൻ സാധിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്.
അകൽക്കം തുറക്കണമെങ്കിൽ ഒരാൾക്ക് ആത്മീയ ഉപദേശം ചെയ്യുമ്പോൾ അവരുടെ സ്റ്റാറ്റ് ഓഫ് മൈൻഡ് എന്താണോ അതൊക്കെ ഇവൻ താഴും. ഇവന്റെ ഉച്ചസ്ഥിതിയിൽ നിന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഡോക്ടർ ജോൺസൺ ഇതിനെപ്പറ്റി പറയുന്നു. ഡോക്ടർ ജോൺസൺ മനസ്സിലാവും. ചോദിച്ചിട്ട് പൊടി തരുമെന്നു. ഉടോഫറസ് കൺകാവിറ്റി എന്ന് പറഞ്ഞാൽ പൊടിക്കുപ്പി. അത് ഏത് ശകലം പൊടി എടുത്തോട്ടെന്നാണ് ചോദിക്കുന്നത്. എന്ന് ചോദിച്ചാൽ പോലെ അദ്ദേഹത്തിന് സ്റ്റൈലാണ്. ഇങ്ങനെയൊക്കെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ആർക്കും ഒന്നും മനസ്സിലാക്കും. പഠിക്കാൻ വരുന്ന കുട്ടിയുടെ ആ സ്റ്റാറ്റസ് മനസ്സിലാക്കി ആ രീതിയിൽ വേണം. ചിലരിപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ചിലർക്ക് 10 പ്രാവശ്യം പറയണം. 10 പ്രാവശ്യം പറഞ്ഞാലും പിന്നെ തെറ്റായി ഉച്ചരിക്കുന്നു നമ്മൾ കാണുന്ന ക്ലാസ്സുകളുണ്ട്. എങ്കിലും അവരെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. വീണ്ടും വീണ്ടും അവരെ കൊണ്ട് പറയിക്കണം. നമ്മുടെ സ്റ്റൈൽ അതാണ്. അവസാനം അവർ നേരെ പറയും. അതാണ് ആശാൻ ബാല്യത്തിലെത്തുന്നത്. അങ്ങനെ എത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അകക്കൺ തുറക്കും. അകക്കൺ തുറന്നാൽ അകത്തുള്ള ഈശ്വര സ്വരൂപത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അകക്കൺ കൊണ്ട് അകത്തുള്ള ഈശ്വര സ്വരൂപത്തെ മനസ്സിലാക്കാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രത്യേക രൂപായി നമഃ, പരാകാശായ നമഃ, പരമമായ ആകാശമാകുന്ന ദേവിക്ക് നമസ്കാരം. ഈ ആകാശം പരന്നത് എന്ന് പറഞ്ഞാൽ ഈശ്വര സ്വരൂപം എങ്ങും വ്യാപിച്ചിരിക്കുന്ന അർത്ഥത്തിലാണ് ആകാശം. പ്രാണദായേ നമഃ, പ്രാണശക്തി നൽകുന്ന ദേവിക്ക് നമസ്കാരം. എല്ലാ പ്രാണങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും എല്ലാ ജീവിതങ്ങൾക്കും പ്രാണമുണ്ട്. ഈ പ്രാണശക്തി നൽകുന്നത് ദേവി തന്നെയാണ്. പ്രാണരൂപിണ്യേ നമഃ, പ്രാണസ്വരൂപിണിയായ ദേവിക്ക് നമസ്കാരം. മാർത്താണ്ഡ ഭൈരവ ആരാധ്യായ നമഃ, മാർത്താണ്ഡ ഭൈരവനാൽ ആരാധിക്കും. മാർത്താണ്ഡ ഭൈരവൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ. പരമേശ്വരനാൽ ആരാധിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ 25-ാം തത്വമായ ശബ്ദബ്രഹ്മം, സവിട ബ്രഹ്മം. ഇവിടെ ദേവിയിൽ ഉദ്ദേശിക്കുന്നത് 26-ാം തത്വമായ ബ്രഹ്മം. അതുകൊണ്ട് ഈ ശബ്ദബ്രഹ്മമായിരിക്കുന്ന സവിട ബ്രഹ്മമായിരിക്കുന്ന സ്വരൂപം ആ ബ്രഹ്മത്തെ ആരാധിക്കുന്നു. അതാണ് അർത്ഥം. മന്ത്രിണിയുടെ രാജ്യതുലേ നമഃ, മന്ത്രിണിയാൽ രാജ്യഭാരം സമർപ്പിക്കുന്ന ദേവിക്ക് നമസ്കാരം. ദേവിയുടെ ഒരു പ്രധാന ശക്തിയാണ് മന്ത്രിണി. ആ മന്ത്രിണിയാൽ പറഞ്ഞാൽ ധ്യാനം കൊണ്ട് ജീവപരം ഐക്യം കിട്ടും. ആ ജീവപരം ഐക്യം കിട്ടാനുള്ള അനുഗ്രഹം തന്ന ദേവിയാണ് ഇവിടെ മന്ത്രിണി എന്ന അർത്ഥത്തിൽ പറയുന്നത്. ത്രിപുരേശി നമഃ, ശ്രീചക്രത്തിലെ സർവശാപരിപുര ചക്രത്തിൽ അധിഷ്ഠാന ദേവതയാണ് ത്രിപുരേശ്വരി. അത് ശ്രീചക്ര ആരാധനയിൽ വരുന്നതാണ്. അത് ശ്രീവിദ്യാ മന്ത്രം ഉപാസന ചെയ്യുന്നവർക്കും ശ്രീവിദ്യ ഉപാസന ചെയ്തവർക്കും പഞ്ചദശാക്ഷി മന്ത്രം അനുസന്ധാനം ചെയ്ത് അത് സിദ്ധിയായവർക്ക് മാത്രമേ ആറുള്ള ദേവതയൊക്കെ ആവാഹിച്ച് ചെയ്യാനുള്ള ഇതുകൊണ്ട് അവർക്ക് അത് മനസ്സിലാവും. ജയസേനായ നമഃ, ശത്രുക്കളെ ജയിക്കുന്ന സേനയോട് കൂടിയവൾ ദേവി. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവാസിയോ യാതൊരു പ്രൊമോഷൻ തട്ടിയെടുത്തവരോ നമ്മളെ വേണ്ടാത്തവരോ അല്ല. അതെല്ലാം ഈ ജന്മത്തോടെ തീർന്നു. കഴിഞ്ഞ ജന്മത്തിൽ ആരെങ്കിലും നമ്മൾ ഉപദ്രവിച്ചാൽ നമുക്ക് പറയുന്നുണ്ടോ? ആ പൂർവ്വജന്മ വാസന ഉള്ളതുകൊണ്ട് ചിലരെ കണ്ടാലേ ഇഷ്ടപ്പെടില്ല. അത് വാസ്തവമാണ്. പൂർവ്വജന്മ വേദന ചിലരെ കണ്ടവണ്ണം നമ്മൾ പരിചയമില്ലെങ്കിലും കണ്ടവത് തോന്നുന്നുണ്ടോ? പൂർവ്വജന്മ ഐക്യം ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും ശത്രുത നമ്മൾ വളർത്താൻ നമുക്ക് സാധിക്കില്ല. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ ഉള്ളിലുള്ള 14 പേർ. അത് ഓർമ്മിച്ചാൽ മതി. അവരെ ഇല്ലാതാക്കുന്നവൾ ദേവി. ആ കഴിവിനെയാണ് സേന എന്ന് പറയുന്നത്. ജയസേനായ നമഃ, നിസ്ത്രൈഗുണ്യായ നമഃ, ത്രിഗുണാതീതിയായ ദേവിക്ക് നമസ്കാരം. സത്വരജം 3 ഗുണത്തോടുള്ളത് ഈ വിഗ്രഹരൂപം. അതിനതീതമായത് ബ്രഹ്മം. അതിന് നിറമില്ല, മണമില്ല, രൂപമില്ല. അതുകൊണ്ട് ഗുണത്തിന് അതീതമായി. അതുകൊണ്ട് മുഗുണങ്ങൾ ഇല്ലാത്തത്. നിർഗുണായ നമഃ, ഗുണമില്ലാത്തവണ്ണ ഗുണത്തിന് അതീതമായതെന്ന് നടക്കണം. എങ്കിലും അർത്ഥം ഗുണമില്ലാത്തതെന്ന് പറഞ്ഞാൽ അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ആയി. അതല്ല, ഗുണത്തിന് അതീതമായത്. പരാപരായ നമഃ, പരാ അപര. പരാ എന്ന് പറഞ്ഞാൽ കാണുന്നു മായക്കുള്ളിലുള്ളതും അവരാണ് മായയ്ക്ക് അതീതമായി. സത്യജ്ഞാനാനന്ദ രൂപായ്മ, സത്യം ജ്ഞാനം ആനന്ദം. അതാണ് സച്ചിദാനന്ദം. നിലനിൽപ്പ്. സത്യം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്, ചിത്തം എന്ന് പറഞ്ഞാൽ ബോധം, ആനന്ദം എന്ന് പറഞ്ഞാൽ സന്തോഷം. അതാണ് സച്ചിദാനന്ദം. എക്സിസ്റ്റൻസ് ആൻഡ് ബോധം അല്ലേ? ഉണർവ്, പിന്നെ ആനന്ദം, സന്തോഷം. സത്യജ്ഞാനാനന്ദ രൂപായ നമഃ, സാമരസ്യ പരായണായ നമഃ, ശിവശക്തി സ്വഭാവം സമരസമായിരിക്കുന്ന പരമാവസ്ഥയായ ദേവിക്ക് നമസ്കാരം. ശിവനും ശക്തിയും ചേർന്നിരിക്കുന്നതാണ് പൂർണ്ണത. അതാണ് താല്പര്യം. അത് തന്നെയാണ് രാമായണം. സീത എന്ന് പറഞ്ഞാൽ പ്രകൃതി, രാമൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ. പ്രകൃതിയെ ഉപേക്ഷിച്ച് പുരുഷനെ മാത്രം വേണമെന്ന് ആഗ്രഹിച്ചാൽ ശൂർപ്പണഖയുടെ ഗതി. പുരുഷനെ വിട്ടിട്ട് പ്രകൃതിയെ മാത്രം വേണമെന്ന് ആഗ്രഹിച്ചാൽ രാവണന്റെ ഗതി. ഈ പ്രകൃതിയെ പുരുഷനോട് ചേർത്ത് വെച്ചാൽ ഹനുമാന്റെ സ്ഥിതി.
അതാണ് രാമായണം. ഇന്ന് എല്ലാവരും കൊണ്ടാടുന്നത് ഹനുമാനല്ലേ. കാരണം പ്രകൃതിയെ പുരുഷനോട് ചേർത്ത് വെച്ചതാൽ പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ചേർത്ത് കൊണ്ട് ഹനുമാനെ പ്രതാപം. സത്യസാമരസ്യ കബർദിന്യേ നമഃ. കബർദം എന്ന് പറഞ്ഞാൽ ശിവന്റെ ജട. കബർദം എന്ന ജടയെ ധരിച്ചത് കൊണ്ട് പരമേശ്വരന് കബർദൻ എന്ന് പേര്. പരമേശ്വരന്റെ ശക്തി കബർദിനി. കബർദിന്യേ നമഃ എന്ന് പറഞ്ഞാൽ കബർദം എന്ന ജട ധരിച്ച പരമേശ്വരന്റെ ശക്തി. അതാണ് രമ്യകബർദിനി. രമ്യകബർദിനി എന്നാണ് തൊഴിലുള്ളത് അല്ലേ? മഹിഷാസുരന്റെ സ്തോത്രവും രമ്യകബർദിനി ശൈലസുതേ. രമ്യകബർദിനി ഭംഗിയാർന്ന കബർദമുള്ള പരമേശ്വരന്റെ ശക്തി. കബർദം. കലാമാലായ നമഃ. കലകളുടെ മാലയായ ദേവിക്ക് നമസ്കാരം. സൗന്ദര്യം തേജസ്സും നിറഞ്ഞവൾ. കാമദുഹേ നമഃ. അഭീഷ്ടങ്ങളെല്ലാം നൽകുന്നവൾ. നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും നൽകുന്ന ഒരു ദിവ്യ പശുവാണ് ദേവി എന്ന് പറഞ്ഞാൽ കാമധേനു എങ്ങനെ എല്ലാം നൽകുമോ അതേപോലെ നമുക്ക് കാമധേനു വരാണ് ദേവലോകത്ത് പോയി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. കിട്ടിനി കഴപ്പ് പേടിക്കേ വേണ്ടായിരുന്നു അല്ലെ. 2000 പേർ വന്നാലും നമ്മൾ എന്താണ് ചെയ്താലും ഉടനെ അവിടെ കിട്ടും. അങ്ങനെ ഒരു പശുവിനെ അവിടെ കൊണ്ടുവരാൻ സാധിക്കില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കാമധേനു ദേവി തന്നെയാണ്. കാമരൂപിണ്യേ നമഃ. പരമേശ്വരന്റെ ഇച്ഛയുടെ രൂപത്തിലുള്ളവൾ ദേവി. ഈ ഇച്ഛ മൂലമാണ് സൃഷ്ടി നടക്കുന്നത്. കലാനിധിയെ നമഃ. കലകളുടെ നിധിയായ ദേവിക്ക് നമസ്കാരം. എല്ലാ കലകൾക്കും ഉറവിടം ഈശ്വര സ്വരൂപമാണ്. കാവ്യകലായ നമഃ. കാവ്യകലയായ ദേവിക്ക് നമസ്കാരം. കാവ്യങ്ങൾ രചിക്കാനുള്ള ആ കഴിവ്. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ കവിത എഴുതാനും ശരി, പാട്ട്, സംഗീതം. നമ്മൾ സാധാരണ വിചാരിക്കുന്നത് പരിപൂർണ സരസ്വതി കടാക്ഷമുള്ളവർക്ക് കിട്ടുള്ളൂ. കഴിഞ്ഞ ജന്മത്തിൽ ധാരാളം തേൻ പരമേശ്വരൻ അഭിഷേകം ചെയ്തവർക്ക് നല്ല കണ്ഠശുദ്ധി കിട്ടുകയുള്ളൂ. അവർക്ക് സംഗീതം അഭ്യസിക്കാം. സംഗീതത്തിൽ ഏറ്റവും പ്രധാനം അതാണ്. ശാരീരം എന്ന് പറയുന്നതാണ്. ശരീരമല്ല, ശാരീരമാണ് ഉദ്ദേശിക്കുന്നത്. നല്ല കണ്ഠം പരമേശ്വരൻ അനുഗ്രഹം കൊണ്ടാണ് അത് കിട്ടുന്നത്. ഈശ്വര സ്വരൂപം, ഈശ്വരന്റെ അനുഗ്രഹമാണ് ആ കലാമൂർത്തം. കലാനിധിയെ നമഃ. കാവ്യകലായ നമഃ. കാവ്യകലയായ ദേവിക്ക് നമസ്കാരം. കവിത രചിക്കുന്നത് ഇതെല്ലാം. രസജ്ഞായ നമഃ. രസമറിയുന്ന ദേവിക്ക് നമസ്കാരം. നവരസങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ സാഹിത്യ രചനകളുടെയും നായിക ദേവി തന്നെയാണ്. സാഹിത്യം രചിക്കണമെങ്കിൽ നവരസങ്ങളും ഉൾക്കൊള്ളാനുള്ള കഴിവും അതിനെ മനസ്സിലാക്കാനുള്ള ശക്തിയും ഉണ്ടാകണം. ഇതെല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് കിട്ടുന്നത്. അവർക്ക് ആ കവിത എഴുതാൻ സാധിക്കും. നമുക്ക് പേരുണ്ട്, മലയാളം അറിയാം, പക്ഷെ അതുപോലെ എഴുതാൻ പറ്റുന്നില്ല. അവർക്ക് ഇത് എഴുതാൻ സാധിക്കുന്നത് ഈശ്വര കടാക്ഷമുള്ളവർക്ക് സാധിക്കുന്നു. രസക്ഷേമത്തിയ നമഃ. രസനിധിയായ ദേവിക്ക് നമസ്കാരം. ഇവിടെ രസം എന്ന് പറയുന്നത് ബ്രഹ്മാമൃതം, ജീവപരമായിക്കത്തിൽ കിട്ടുന്ന ആ രസം, അമൃതം. ആ അമൃതത്തിന്റെ ഉറവിടമായിരിക്കുന്നവൾ ദേവി. പുട്ടായി നമഃ. പുട്ടി എന്ന് പറഞ്ഞാൽ വളർച്ച. നമ്മളെല്ലാം ഏത് കാര്യം ചെയ്താലും വളർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ബിസിനസ് ആയാലും ശരി, എന്തായാലും ശരി, വളർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് എല്ലാ കാര്യത്തിനും വളർച്ച കൊടുക്കുന്നവൾ ദേവി ആയതുകൊണ്ട് പുട്ടായി നമഃ. പുരാതനായ നമഃ. പുരാതനയാണ് ദേവി. എന്ന് മുതലുണ്ട് എന്നവരുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. അനാദി. പൂജ്യായ നമഃ. എല്ലാവരും പൂജിക്കപ്പെട്ടവൾ എന്നർത്ഥം. പുഷ്കരായ നമഃ. പുഷ്കരയായ ദേവിക്ക് നമസ്കാരം. പുഷ്കര എന്ന് പറഞ്ഞാൽ താമര എന്നർത്ഥം. പുഷ്കര തീർത്ഥത്തിൽ ദേവതിക്ക് പുഷ്കരാന്ന് പേരുണ്ട്. എന്തുകൊണ്ട് താമര എന്ന് പറയുന്നു? ഒട്ടലില്ലാത്തതാണ് താമര. അതുകൊണ്ട് ഈശ്വര സ്വരൂപത്തിനെ നമ്മൾ അങ്ങനെ വർണ്ണിക്കുന്നു. പുഷ്കരേക്ഷണായ നമഃ. താമരപ്പൂ പോലെ മനോഹരമായ നേത്രങ്ങളോട് കൂടിയവൾ. താമരപ്പൂ പോലെ ഭംഗിയാർന്ന കണ്ണുകളോട് കൂടിയവൾ. പരസ്മൈ ജ്യോതിഷേ നമഃ. പരമപ്രകാശമായ ദേവിക്ക് നമസ്കാരം. എല്ലാ ജ്യോതിഷങ്ങളുടെയും ജ്യോതിഷാണ് പരമജ്യോതിഷ്. പരസ്മൈ ധാമനേ നമഃ. പരമനിവാസ സ്ഥാനമായ ദേവിക്ക് നമസ്കാരം. എവിടെ എത്തിയാൽ പിന്നെ ജീവന് മറുജന്മമില്ലയോ ആ സ്ഥാനമായിരിക്കുന്നവൾ ദേവി. മോക്ഷസാമ്രാജ്യം. അതിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കലും പുനർജന്മം ഇല്ല. എവിടെ എത്തിയാൽ ജീവന് വീണ്ടും തിരിക്കേണ്ടി വരില്ലയോ ആ സ്ഥാനമായിരിക്കുന്നവൾ ദേവി ആയതുകൊണ്ടാണ് പരസ്മൈ ധാമനേ നമഃ. പരമാണവേ നമഃ. ഏറ്റവും ചെറിയ അണുവായിരിക്കും. അണുരണിയ മഹത്വമണിയ എന്ന് പറയുന്നത്. അണുവിലും അണുവായിട്ടും മഹത്തിലും മഹത്തായിരിക്കുന്നത് ഈശ്വര സ്വരൂപം. പരാത്പരായ നമഃ. പരമമായവയെക്കാളും പരമശ്രേഷ്ഠമായത് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഉയർന്നത് ഇല്ല. ബെറ്റർ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്നില്ലേ? ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ. ബെറ്റർ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലുതില്ല എന്ന് പറയുന്നത്.
പാശഹസ്തായ നമഃ. കയ്യിൽ പാശം ധരിച്ചിരിക്കുന്നവൾ ദേവി. പാശം എന്താണ്? നമ്മളോടുള്ള സ്നേഹം എന്ന അർത്ഥമുണ്ട്. രണ്ടാമത് നമ്മുടെ ഉള്ളിലുള്ള ആ അറ്റാച്ച്മെന്റിനെ കുറച്ചുകൂടെ ചേർത്ത് ഇല്ലാതാക്കി നമ്മളെ മോഹവിമുക്തരാക്കി നമുക്ക് ക്ഷയം ഉണ്ടാക്കി മോക്ഷത്തെ കൊടുക്കുന്നവൾ ദേവി എന്നർത്ഥം. പാശഹന്ത്രേ നമഃ. ബന്ധങ്ങളെ നശിപ്പിക്കുന്നവൾ ദേവി. ബന്ധങ്ങളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ബന്ധങ്ങളെ ഇല്ലാതാക്കുക എന്ന അർത്ഥമല്ല. ആ ദേവി ഉപാസന ചെയ്ത് വരുമ്പോൾ സംസാരത്തിൽ കിടന്ന് എല്ലാം അനുഭവിച്ച് വരുമ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഇതിനോടൊരു വിശക്തി ഉണ്ടാവും. സംസാര വിശക്തി. അത് ഈ ജന്മത്തിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഉണ്ടാവുമ്പോൾ, കാരണം അനുഭവിച്ച് ഇത് മതിയെന്നുള്ള തോന്നൽ വരും. അതാണ് സംസാര വിശക്തി എന്ന് പറയുന്നത്. അതിനെ കൊടുക്കുന്നത് ആ പാശത്തെ ഇല്ലാതാക്കുന്നവൾ ദേവി. അതാണ് ബന്ധമോചി. പാശഹസ്തായ നമഃ പാശഹന്ത്രേ നമഃ. പരമന്ത്ര വിവേദ്യന്യമ. ശത്രുപ്രീണിതമായ ക്ഷുദ്രവൃത്തികളെ നശിപ്പിക്കുന്നവൾ ദേവി. ആർക്കെങ്കിലും ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവത്തെ ഇല്ലാതാക്കുന്നത്. ശത്രു സംഹാര പൂജ ഞാൻ പറഞ്ഞു. എ ശത്രുവാണ്, രണ്ടുപേരും പൂജ ചെയ്താൽ ആരെ സഹായിക്കും? എയെ സഹായിച്ചാൽ ബിയെ ഉപദ്രവിക്കണം, ബിയെ സഹായിച്ചാൽ എയെ ഉപദ്രവിക്കണം. അപ്പൊ രണ്ടുപേരുടെ മനസ്സിലുള്ള ശത്രുതയെ ഇല്ലാതാക്കാം. അതാണ് ശത്രു സംഹാരം. മൂർത്തായ നമഃ അമൂർത്തായ നമഃ. വ്യക്തമായ രൂപമുള്ളവൾ ദേവി. മൂർത്തായ നമഃ. അമൂർത്ത എന്ന് പറഞ്ഞാൽ വ്യക്തമായ രൂപമില്ല. വ്യക്തമായ രൂപമുള്ളത് 25ാമത് തത്വം, ശബ്ദം, കർമ്മബ്രഹ്മം, എല്ലാ ദേവതാസ്വരവും ഗണത്തിൽ തുടങ്ങി മഹാവിഷ്ണു വരെ എല്ലാ ദേവതാസ്വരവും. അമൂർത്തായ നമഃ എന്നത് 20ാം തത്വമായ ബ്രഹ്മം. അപ്പൊ പറയുമ്പോൾ മൂർത്ത മൂർത്ത നിത്യത എന്ന് പറയുന്നു. മൂർത്ത ഒരു മാത്ര കൂടുതൽ ഉച്ചരിച്ചാലേ അകാരം ധ്വനിക്കുള്ളൂ. എങ്കിലേ അമൂർത്ത എന്നുള്ള പദം അവിടെ വരികയുള്ളൂ. അതാണ് ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. മൂർത്ത മൂർത്ത നിത്യതൃപ്ത എന്ന് പറയുന്നത്. അനിത്യതൃപ്തായ നമഃ. അനിത്യ വസ്തുക്കളാൽ തൃപ്തിയടങ്ങുന്ന ദേവൾ. അനിത്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പുഷ്പം 2 ദിവസം കഴിഞ്ഞാൽ വാടിക്കും. ഒരു പഴം 2 ദിവസം കഴിഞ്ഞാൽ ചീത്തയായി. സാധാരണ പുഷ്പം, പഴം ഇതെല്ലാം ദേവി കൊടുത്താൽ മതി. അതിൽ തൃപ്തി അടയുന്നവൾ ദേവിയാണ്. അപ്പോ അനിത്യമായ വസ്തുവിനെ തൃപ്തി അടയുന്നവളാണെങ്കിൽ നിത്യമായ ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവോടുകൂടി നമ്മൾ ദേവിയെ ഭജിച്ചാൽ എത്രത്തോളം തൃപ്തിയാകും. ഇതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വിഷയം. പുഷ്പം, കുങ്കുമം, പഴം, വസ്ത്രം, ചന്ദനം ഇതെല്ലാം അനിത്യ വസ്തുക്കളാണ്. അതുപോലും ദേവിക്ക് പ്രധാനം എന്ന് പറഞ്ഞാൽ ഭക്തൻ നൽകുന്ന എളിയ വസ്തുക്കൾ പോലും ഭക്തിയോടെ സ്വീകരിക്കുന്നവളാണ് ദേവി എന്നർത്ഥം. എന്ത് കൊടുക്കുന്നതല്ല, എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് കാര്യം. മുനിമാനസ ഹംസികായ നമഃ. മഹർഷിമാരുടെ മനസ്സരത്തിലെ അന്നപ്പടയായി വർത്തിക്കുന്നവൾ ദേവി. മഹർഷിമാരുടെ മനസ്സിനെ ഒരു സരസായിട്ട് തടാകമായി നനച്ചാൽ അതിൽ വസിക്കുന്ന അന്നപ്പടയായി അരയന്ന പക്ഷിയായിരിക്കുന്നവൾ ദേവി എന്നർത്ഥം. സത്യപ്രദായ നമഃ. സത്യസ്വരൂപിണി, ബ്രഹ്മമായ സത്യസ്വരൂപിണി. സത്യരൂപായ നമഃ. സത്യസ്വരൂപിണി, അതും അത് തന്നെ അർത്ഥം. സർവാന്തർയാമിണ്യ നമഃ. സകലരുടെയും അന്തഃകരണത്തിൽ വസിക്കുന്നവൾ ദേവി. ഈശ്വര സർവഭൂതാന ദേശ അർജുന സൃഷ്ടിക്കുന്നതാണ്. എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരന്റെ അംശമുണ്ട്. അതാണ് സത്ത്. അത് പോയാൽ സത്ത് പോയി, ചത്തുപോയി എന്നായിരുന്നു. സർവാന്തർയാമിണ്യ നമഃ. സത്യൈ നമഃ. പതിവ്രതയായ ദേവിക്ക് നമസ്കാരം. സതി എന്ന് പേര് ദക്ഷപുത്രിയായ ദാക്ഷായണിക്കും സതി എന്ന് പേരുണ്ട്. അതുകൊണ്ടും സത്യൈ നമഃ. ബ്രഹ്മാണ്യേ നമഃ. ബ്രഹ്മാവിന് ജീവൻ കൊടുത്ത ദേവിക്ക് നമസ്കാരം. ബ്രഹ്മാവിന് ജീവൻ കൊടുത്തെന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്തേ ബ്രഹ്മരൂപ. സൃഷ്ടി ചെയ്യുമ്പോൾ ബ്രഹ്മാവിന്റെ രൂപത്തെ ധരിക്കുന്നു. ധരിച്ചിട്ട് ആ സൃഷ്ടിയുടെ ശക്തിയെ കൊടുക്കുന്നു. അതാണ് സരസ്വതി. അതാണ് ബ്രഹ്മ, സരസ്വതി, വിഷ്ണു, ലക്ഷ്മി, ശിവൻ, പാർവതി എന്ന് പറയാൻ കാര്യം. ബ്രാഹ്മണ്യേ നമഃ. ബ്രഹ്മാവിന് ജീവൻ കൊടുത്തവൾ. ബ്രഹ്മണേ നമഃ. ബ്രഹ്മമായ ദേവിക്ക് നമസ്കാരം. 26ാം തത്വമായ ജനന്യേ നമഃ. പ്രപഞ്ച മാതാവാണ് ദേവി. ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും സൃഷ്ടിച്ചവൾ ദേവി ആയതുകൊണ്ട് പ്രപഞ്ചത്തിലെ മാതാവാണ്, ജഗന്മാതാ. ബഹുരൂപായ നമഃ. എങ്ങനെയാണ് സൃഷ്ടികൾ വിധവിധമായ രൂപത്തിലുണ്ട് അല്ലെ? ഒരാൾ നല്ല ഹൈറ്റ്, ഒരാൾ ഹൈറ്റ് കുറവ്, ഒന്ന് കറുപ്പ്, ഒന്ന് വെളുപ്പ്, ഒന്ന് മെലിഞ്ഞ്, ഒന്ന് വണ്ണം, എത്ര വ്യത്യാസം. മനുഷ്യര്, മൃഗങ്ങളിൽ എത്ര പക്ഷികളിൽ എത്ര, പൂക്കളിൽ എത്ര വിധവിധമായ പൂക്കൾ. എത്ര പാടുപെട്ടാൽ നമുക്ക് അതുപോലെ വരച്ച് ഒരേപോലെ ഉണ്ടാക്കാൻ സാധിക്കില്ല. എന്തുമാത്രം നിറത്തിന്റെ കോമ്പിനേഷൻ, ആ സൈസ് എല്ലാം നമുക്ക് ഐഡന്റിക്കലായി ഇരിക്കും. ഇതെല്ലാം ഈശ്വരന്റെ കാരണം. ഈശ്വരനുള്ളത് തെളിവാണ്. അതെല്ലാം പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കൾ എന്നർത്ഥം. ബഹുരൂപായ നമഃ. പ്രപഞ്ചത്തിൽ അനന്തരൂപങ്ങളായി കാണപ്പെടുന്നവൾ എന്നർത്ഥം. ഉദാർച്ചിതായ നമഃ. ജ്ഞാനികളാൽ ആരാധിക്കപ്പെട്ടവൾ. ജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനും ഈശ്വരനും
ഒന്നാണെന്നുള്ള ചിന്തയുള്ളവൻ ഞാൻ. അഹം ബ്രഹ്മാസ്മി ബ്രഹ്മൈവ സത്യം എന്നുള്ള വസ്തുത മനസ്സിലാക്കിയവൻ ഞാൻ. പ്രസവിത്രേ നമഃ, പ്രപഞ്ചത്തിന് ജന്മം കൊടുത്തവൾ ദേവി. ഈ പ്രപഞ്ചത്തിന് ജന്മം കൊടുത്തത്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അവരുടെ എല്ലാ ജീവജാലങ്ങളും സൃഷ്ടിച്ച് അവർക്ക് ജന്മം കൊടുത്തവൾ ദേവിയായതുകൊണ്ട് പ്രസവിത്രേ നമഃ. പ്രചണ്ഡായേ നമഃ, അതിക്രോധമാർന്ന ദേവിക്ക് നമസ്കാരം. പ്രപഞ്ചത്തിൽ സൂര്യൻ, വായു, അഗ്നി ശക്തികൾ നിയമാനുസരണം വർത്തിക്കുന്നത് ബ്രഹ്മത്തെ കുറിച്ചുള്ള ഭയം കൊണ്ടാണ്. ദേവിക്കല്ല കോപം, ഈ സൂര്യചന്ദ്രന്മാർക്ക് ബ്രഹ്മത്തിനോടുള്ള ഭയം, അതിനെയാണ് ക്രോധം എന്ന് പറയുന്നത്. പ്രചണ്ഡായ നമഃ. കാരണം ഒരെണ്ണത്തിനെ നിയന്ത്രിക്കണമെങ്കിൽ ശക്തി വേണമല്ലോ. കാളവണ്ടി ഓടിക്കണമെങ്കിൽ കയ്യിലൊരു കമ്പ് വേണം. കാളയെ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ കുതിര സവാരിക്കുമ്പോൾ എനിക്ക് നിന്നിട്ട് കാലുകൊണ്ട് കുത്തും അതിനെ, എങ്കിലേ കുതിര ഓടുകയും. എല്ലാം അങ്ങനെ തന്നെയാണ്. അതിനെ പ്രവർത്തിക്കാനുള്ള കാറും അങ്ങനെയല്ലേ. ഇത് തന്നെയാണ് ശക്തി. ആജ്ഞായേ നമഃ, ആജ്ഞാരൂഢിയാണ് ദേവിക്ക് നമസ്കാരം. എല്ലാവർക്കും ആജ്ഞ നൽകാൻ കഴിവുള്ളവൻ ഈശ്വരൻ. ഈശ്വരന്റെ ആജ്ഞയിലാണ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് മാൻ പ്രപ്പോസസ് ഗാഡ് ഡിസ്പോസസ് എന്ന് പറയാൻ കാരണം. ആ ആജ്ഞ ഉണ്ടെങ്കിലേ നമ്മൾ പ്രപ്പോസ് ചെയ്ത് നടക്കുകയുള്ളൂ. പ്രതിഷ്ഠായേ നമഃ, പ്രപഞ്ചത്തിന് അടിസ്ഥാനമായ ദേവിക്ക് നമസ്കാരം. ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് ഈശ്വര സ്വരൂപം തന്നെയാണ്. പ്രകടാകൃത്യേ നമഃ, എല്ലാവരാലും അനുഭവിക്കുന്ന രൂപത്തിലുള്ളവൾ. ഞാൻ ഞാൻ എന്ന രൂപത്തിലിരിക്കുന്ന നമ്മളും ഈശ്വരൻ തന്നെയാണ്. അതിനാൽ അന്യമായിരിക്കുന്ന ബ്രഹ്മമായിരിക്കുന്നത് ദേവി തന്നെയാണ്. പ്രാണേശ്വര്യേ നമഃ, ഇന്ദ്രിയങ്ങളുടെ അതീശ്വരിയായ ദേവിക്ക് നമസ്കാരം. ഈ പ്രാണൻ ഉള്ളത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്, അല്ലെ? അതാണ് ശരിക്കും. ഈ ബാറ്ററി പോയാൽ എല്ലാം പോയി. കണ്ണ്, കാത്, മൂക്കെല്ലാം അവിടെ ഉണ്ട്. ഇപ്പോൾ എന്ത് പേര് പറയുന്നു? ഡെഡ് ബോഡി എന്നല്ലേ പറയുന്നു. അതുവരെ പേര് പറയുള്ളൂ. രാമൻ, കൃഷ്ണൻ, മാധവി, ഗോവിന്ദൻ, മുഖ്യനൊക്കെ പറയുന്നു. അത് പോയാൽ പിന്നെ ഒറ്റ പേര് ഡെഡ് ബോഡി. കാരണം ആ ശക്തി ഇല്ലാതെ. ഇന്ദ്രിയങ്ങൾക്ക് ശക്തി കൊടുക്കുന്നത് ആ പ്രാണശക്തിയാണ്. ആ പ്രാണശക്തി ആയിരിക്കുന്നവൾ ദേവി, ഈശ്വര സ്വരൂപം. പ്രാണേശ്വര്യേ നമഃ, പ്രാണദാത്രേ നമഃ, എല്ലാ ജീവികൾക്കും ജീവൻ നൽകുന്നവൾ ദേവി. പഞ്ചാശത് പീഠരൂപിണ്യേ നമഃ, 51 പീഠങ്ങളുള്ള ദേവിക്ക് നമസ്കാരം. 51 അക്ഷരമാണ്, 51 പീഠങ്ങൾ. 51 പീഠത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. ദേവി ആരാധനയുണ്ട്. ഉള്ള പഞ്ചാശത് പീഠരൂപിണിയിൽ ഒരു പാട്ട് തന്നെ ഉണ്ട്. പഞ്ചാശത് പീഠരൂപിണി, അത്രയുള്ള അതിന് പാടാനിക്ക് അറിഞ്ഞൂടാ. പാട്ട് കാണിച്ചത് നല്ല ആ പാട്ട് എവിടെയും കേട്ട് റിലീസ് എടുത്ത് നോക്കണം. ഇത് ബ്യൂട്ടിഫുൾ മീനിങ് ആയിട്ട് നമ്മുടെ തുമ്പപ്പുറത്തിട്ട് തൂയവനാക്കി എടുത്താലും പറയുന്നതായി പാട്ടുകളിലൊക്കെ നല്ല വേർഡിങ്സ് ആണ്. നമ്മൾ സംഗീതം മാത്രം ആസ്വദിക്കുന്നത്, സാഹിത്യം നമ്മൾ നോക്കുന്നില്ല. നോക്കിയാൽ അത് മനസ്സിലാക്കും. 51 പീഠങ്ങൾക്ക് അധിപതിയാണ് ദേവി. പഞ്ചാശത് പീഠരൂപിണി നമഃ. വിശൃംഖലായേ നമഃ, വിലങ്ങുകളില്ലാത്ത ദേവിക്ക് നമസ്കാരം. വിലങ്ങുകൾ എന്ന് പറഞ്ഞാൽ ബൈൻഡിങ്, അല്ലേ? നമ്മളെല്ലാം കർമ്മബന്ധം കൊണ്ട് അടിമകളാണ്. അതിന് നമ്മൾ അടിമപ്പെട്ടിരിക്കുകയാണ്, അല്ലേ? ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയാൽ ഉടനെ എന്ത് ചെയ്യും? ഹാൻഡ് ബാഗ് വെച്ചിട്ട് നേരെ ലൈറ്റ് എടുത്ത് ഒരടി, എങ്കിലും രാത്രിത്തെ കാര്യം. നമ്മുടെ കർമ്മം ചെയ്തേ പറ്റൂ, അല്ലേ? കർമ്മബന്ധത്തിൽ നമ്മൾ ബാക്കിലാണ്. ദേവിക്ക് എന്താ പരമേശ്വരൻ ദോഷം കൊടുക്കേണ്ട ആവശ്യം. കർമ്മക്കുള്ള അതീതമാണ് ഈശ്വര സ്വരൂപം. അതുകൊണ്ട് വിശൃംഖലായ നമഃ, വിവിക്തസ്ഥായ നമഃ, ഏകാന്തത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവി. ഏകാന്തത്തിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആരുടെ മനസ്സാണോ ഈശ്വര ചിന്തയിൽ മുഴുകി ആ ഏകാഗ്ര മനസ്സോടെ ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ഈശ്വര സ്വരൂപം. ഏകാന്തമായി വസിക്കുന്നവൾ. വിവിക്തസ്ഥായ നമഃ, വീരമാത്രേ നമഃ, വീരന്മാരുടെ അമ്മയായ ദേവിക്ക് നമസ്കാരം. വീരൻ എന്ന് പറഞ്ഞാൽ കാമക്രോധാണ് ജയിച്ചവൻ അർത്ഥമുണ്ട്, ഗണേശ്വരൻ അർത്ഥമുണ്ട്, വിഘ്നേശ്വരൻ അർത്ഥമുണ്ട്. ബിയത് പ്രസൂയേ നമഃ, ആകാശത്തിന്റെ ഉദ്ഭവസ്ഥാനമായ ദേവിക്ക് നമസ്കാരം. ആത്മാവിൽ നിന്നാണ് ആകാശം, ആകാശത്തിൽ നിന്ന് ഭൂമി, ഭൂമിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് വായു, അഗ്നി നമ്മൾ പറഞ്ഞു. അതേപോലെ ഈ ആത്മാവിൽ നിന്നാണ് ആകാശം ഉണ്ടായത്. അതുകൊണ്ട് വീരമാത്രേ ബിയത് പ്രസൂയേ നമഃ. മുകുന്ദായ നമഃ, മുകുന്ദ എന്ന് പറഞ്ഞാൽ മുക്തിയെ നൽകുന്നവർ, അതാണ് മുകുന്ദൻ. മുകുന്ദായ നമഃ. മുക്തി നിലയായ നമഃ, ആ മോക്ഷസ്ഥാനമായിരിക്കുന്നവൾ ദേവി. ആ ജീവ ബ്രഹ്മം ഐക്യം എപ്പോൾ ഉണ്ടാകും? ആ ഈശ്വര സ്വരൂപത്തോട് ചേരുന്നതാണ് ആദ്യം സാമീപ്യം, സാരോഗ്യം, സാമീപ്യം, സാരോഗ്യം, സായുജ്യം. ആദ്യം അടുത്ത് പോവുക, പിന്നെ ആ രൂപമായി മാറുക, പിന്നെ അതിനോടൊത്ത് വസിക്കുക, അതിൽ ലയിക്കുക. ഇതാണ് 4 മാർഗം. മുക്തി നിലയായ നമഃ, മൂലവിഗ്രഹ രൂപിണ്യേ നമഃ, എല്ലാ ശക്തികൾക്കും ആധാരമായ ദേവി എന്ന് ഞാൻ പറയുന്നു. ഭാവജ്ഞായ നമഃ, എല്ലാ ഭാവങ്ങളെയും സങ്കല്പങ്ങളെയും അറിയുന്നവൾ ദേവി. ഭക്തന്റെ ഹൃദയത്തിലുള്ള എല്ലാ ഭാവങ്ങളും സങ്കല്പങ്ങളും ദേവിക്ക് അറിയാം.
മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചിട്ട് ചുമ്മാ അവിടെ പോയി കള്ള ഭക്തി കാണിച്ചാലൊന്നും ഒരു രക്ഷയില്ല. നമ്മൾ എന്ത് ഭവാനി തുന്താസേ മൈവൃത്യം സകരണം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോയാലേ അനുഗ്രഹം ചെയ്യുന്നുള്ളൂ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്തുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എന്താ? ഈശ്വരൻ മനസ്സാക്കി രണ്ടിനെ മാറ്റി നിർത്തി ഒരു കാര്യവും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഭാവജ്ഞാനീയനമ ഭവരോഗജ്ഞാനമ. ഭവം എന്ന് പറഞ്ഞാൽ സംസാരം, സംസാരം എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിതം. ഇതിനെ ഈ സംസാരമാകുന്ന രോഗത്തെ ഇല്ലാതാക്കുന്നത് ഭവരോഗജ്ഞാനമ. ഭവചക്ര പ്രവർത്തിന്യനമ. ഈ സംസാര ചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നതും ദേവി തന്നെയാണ്. അപ്പൊ നമ്മളെ സൃഷ്ടിച്ച് ഈ സംസാരത്തിനുള്ളിലാക്കി എല്ലാ ഘട്ടങ്ങളും ദുഃഖങ്ങളും സുഖങ്ങളും തന്ന് അതെല്ലാം അനുഭവിപ്പിച്ച് അവസാനം ഇതിനൊരു വെറുപ്പുണ്ടാക്കി ഈ മോഹത്തെ മാറ്റി മോക്ഷത്തെ കൊടുക്കുന്നവൾ ദേവി. ഭവചക്ര പ്രവർത്തിന്യമാം ഛന്ദസാരായ നമഃ. ഗായത്രി തുടങ്ങിയ ഛന്ദസ്സുകളുടെ സാരമായ ദേവിക്ക് നമസ്കാരം. ഛന്ദസ് എന്ന് പറഞ്ഞാൽ മീറ്റർ. ഒരക്ഷരം, ഒരു പദം എങ്ങനെ ഉച്ചരിക്കണം എന്ന് പറയുന്നതാണ് മീറ്റർ. അപ്പൊ ശിവ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ, ശിവ എന്ന് പറഞ്ഞാൽ പാർവതി. അപ്പൊ വാ നീട്ടിക്കഴിഞ്ഞാൽ ജനറേ മാറി. ഇതാണ് ഛന്ദസ് എന്ന് പറയുന്നത്. എല്ലാ മന്ത്രങ്ങൾക്കും ഉച്ചരിക്കാനുള്ളത് അളവുണ്ട്. അളവായിരിക്കുന്നവൾ ദേവി നന്ദ. അതാണ് ഛന്ദസാരായ നമഃ. ശാസ്ത്രസാരായ നമഃ. എല്ലാ ശാസ്ത്രങ്ങളുടെയും ഉറവിടമായിരിക്കുന്നവൾ ദേവി. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ ഇത് ചെയ്യണം എന്ന് ശാസിക്കുന്നത് ശാസ്ത്രം. മന്ത്രസാരായ നമഃ. എല്ലാ മന്ത്രങ്ങളുടെയും സാരമായിരിക്കുന്നവൾ ദേവി. കാരണം ഏത് മന്ത്രത്തെ ഉച്ചരിച്ചാലും ഏത് ദേവതയെ സ്തുതിച്ചാലും ഇതെല്ലാം ബ്രഹ്മത്തെയാണ് കുറിക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തിന്റെ സാരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നാണ്. തലോധരിയേ നമഃ. കൃശവും സമവുമായ ഉദരമുള്ള ദേവിക്ക് നമസ്കാരം. ആ രൂപവർണ്ണ കുടുങ്ങിയ ഇടുപ്പോട് കൂടിയ ഉദാരകീർത്തിയേ നമഃ. സത്കീർത്തിയോട് കൂടിയ ദേവിക്ക് നമസ്കാരം. ഉദ്ധാമ വൈഭവായ നമഃ. അത് ശ്രേഷ്ഠമായ വൈഭവത്തോട് കൂടിയവൾ. ദേവിയുടെ വൈഭവത്തിന് അതിന് പറയാൻ സാധിക്കില്ല. അത്ര കണ്ട് വൈഭവത്തോട് കൂടിയെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കാനും എല്ലാത്തിനും പവർ, ആ ശക്തിയോട് കൂടിയത് ഈശ്വര സ്വരൂപം. വർണ്ണരൂപിണ്യേ നമഃ. വർണ്ണങ്ങളുടെ സ്വരൂപമായ ദേവിക്ക് നമസ്കാരം. വർണ്ണം എന്ന് പറഞ്ഞാൽ നിറമുള്ള അർത്ഥമല്ല. വർണ്ണം എന്ന് പറഞ്ഞാൽ അക്ഷരം, അക്ഷരരൂപിണി അല്ലേ? 51 അക്ഷരം സ്വരൂപമായിരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. ജന്മർത്തു ജലാദത്ത് ജനവിശ്രാന്തി ദായിനീ നമഃ. ജനനം, മരണം, വാർദ്ധക്യം എന്നിവ ദുഃഖം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ശാന്തി നൽകുന്നവൾ ദേവി. കാരണം എന്ന് പറഞ്ഞാൽ ആ ജനന മരണാദി ദുഃഖത്തിൽ സാധാരണ ജീവിതത്തിലുണ്ടാകും. ജനനം, വാർദ്ധക്യം, മരണം ഇതെല്ലാം ഉണ്ടാകും. ഇതെല്ലാം കഷ്ടപ്പെടുന്നവർക്ക് സുഖത്തെ കൊടുക്കുന്ന, സന്തോഷത്തെ കൊടുക്കുന്നവൾ ദേവി. ജന്മർത്തു ജലാദത്ത ജനവിശ്രാന്ത ദായിന്യേ നമഃ. സർവോപനിഷത്ത് ഉത്കൃഷ്ടായ നമഃ. എല്ലാ ഉപനിഷത്തുക്കളാലും വിളംബരം ചെയ്യപ്പെട്ടവൾ. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ സാരം. വേദത്തിൽ പറഞ്ഞ വസ്തുവിനെ നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ പറഞ്ഞു തരുന്നത് ഉപനിഷത്ത്. ആ ഉപനിഷത്തിലെല്ലാം തത്വമസി, ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മൈവ സത്യം, ഇതെല്ലാം ഉപനിഷത്ത് വാക്യങ്ങളാണ്. സർവ ഉപനിഷത്ത് ഉത്കൃഷ്ടായ നമഃ. ശാന്ത്യതീത കലാത്മികായ നമഃ. ശാന്ത്യതീതം എന്ന കലയാകുന്ന ദേവിക്ക് നമസ്കാരം. ശൈവാഗമ പ്രകാരമുള്ള ആകാശത്തിന്റെ കലയാണ് ശാന്ത്യതീതം. ദ്വന്ദ്വഭേദം നശിച്ച് ആത്മാനന്ദം അനുഭവിക്കുന്ന അവസ്ഥ. ദ്വന്ദ്വഭാവം എന്നാൽ ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ള വിചാരം ഇരിക്കുമ്പോഴാണ് ദ്വന്ദ്വം. അതാണ് പശു, ഈശ്വരൻ, പതി. ഇതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പാണ് പാശം, അറ്റാച്ച്മെന്റ്. ആ പാശം കുറയും തോറും ഈ പശു പതിയുടെ അടുത്ത് നിരങ്ങി പോകും. പാശം ഇല്ലാതായാൽ ഈ പശുവിനെ പതി തനിക്കുള്ള ആൾക്കൊണ്ട് മോക്ഷത്തെ കൊടുക്കും. അതുകൊണ്ടാണ് ശിവന് പശുപതി എന്ന് പേര് പറയാൻ കാരണം. ശാന്തിതീത കലാത്മികായ നമഃ. ഗംഭീരായ നമഃ. ആഴമറ്റവളായ ദേവിക്ക് നമസ്കാരം. ദേവിയുടെ പ്രഭാവത്തെ അളക്കാൻ സാധിക്കില്ല. ഗഗനാന്തസ്ഥായ നമഃ. ഹൃദയാകാശത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. എല്ലാവരുടെ മനസ്സിനുള്ളിലും ഈശ്വര സ്വരൂപമായിരിക്കുന്നത് ദേവി തന്നെയാണ്. ദേവി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ അംശം. സബ്ജക്ട് ലളിതാ സഹസ്രനാമായതുകൊണ്ട് ദേവി എന്ന് പറയും. ഗർവിതായ നമഃ. ഗർവറ്റ ദേവിക്ക് നമസ്കാരം. ഗർവം എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? ഇവിടെ എന്താണ് ഗർവം എന്ന് പറഞ്ഞാൽ പൗരെ കാണിക്കുന്ന, അതാണ് ഗർവം. നമ്മളതാണ് എല്ലാ വാക്കും നമ്മൾ കേൾക്കുന്ന സാധാരണ ഉപയോഗിക്കുന്ന വാക്യാർത്ഥമായിട്ട് എടുക്കരുത്. ഒരേ വാക്കിന് പല അർത്ഥങ്ങളുമാണ്. ഇവിടെ ഗർവം എന്ന് ഉദ്ദേശിക്കുന്നത് ശക്തിയെ കാണിക്കുന്നതാണ്. പ്രപഞ്ചേശ്വരി ആയതുകൊണ്ടും തന്റെ നിമിത്തം ആർക്കും തന്റെ നിയമം ആർക്കും ലംഘിക്കാൻ പറ്റാത്തത് കൊണ്ടും ആ ശക്തിയോട് കൂടിയുള്ള അർത്ഥത്തിലാണ് ഗർവുറ്റവൾ എന്ന് പറയാൻ കാര്യം. ഗാനലോലുപായ നമഃ. സംഗീതപ്രിയയാണ് ദേവി. സംഗീതത്തിൽ അധിക താല്പര്യമുള്ളവർ. കൽപ്പനാരഹിതായ നമഃ.
വാസനാജന്യങ്ങളായ സങ്കല്പങ്ങളാണ് ഇല്ലാത്തവളാണ് ദേവി. വാസനാജന്യങ്ങളായ സങ്കല്പങ്ങളെല്ലാം മായക്കുള്ളിൽ നമുക്കാണ്. ദേവിക്ക് ഒരു വാസനാജന്യമായ സങ്കല്പങ്ങളും ഇല്ല, ഒരു അറ്റാച്ച്മെന്റും ഇല്ല, ഒരു ആഗ്രഹവും ദേവിക്കില്ല. ഒന്നും വേണമെന്നുമില്ല, ഒന്നും വേണ്ടാന്നുമില്ല. ഹേയോപാതയെ വർദ്ധിതായനമാണ് നമ്മൾ നോക്കിയിട്ടത്. കൽപ്പനാരഹിതായനമ, കാട്ടായനമ, വേദാന്ത പ്രണീതമായ പരമലക്ഷ്യമാകുന്ന ദേവിക്ക് നമസ്കാരം. വേദാന്ത പ്രണീതം എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മൈവ സത്യം, ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഗുണം, ആ സ്വരൂപത്തോട് കൂടിയവൾ ദേവി എന്നർത്ഥം. അകാന്തായനമ, ദുഃഖവും പാപവും അകറ്റുന്നവൾ ദേവി. നമ്മുടെ ദുഃഖവും പാപവും ഇല്ലാതാക്കും. പാപം എങ്ങനെ ഇല്ലാതാക്കും? അതിന്റെ ഫലത്തെ അനുഭവിക്കാനുള്ള ആ സമയം വരുമ്പോൾ അത് അനുഭവിക്കാനുള്ള ശക്തി നമുക്ക് തന്ന് നമ്മൾ രക്ഷിക്കുന്നവൾ ദേവി. കാന്താർത്ഥ വിഗ്രഹായനമ, ഭർത്താവിന്റെ പകുതി ശരീരമാവുന്ന ദേവിക്ക് നമസ്കാരം. ശ്രീകണ്ഠാർത്ഥ ശരീരന്യനമ, അത് നമ്മൾ കണ്ടു. അർദ്ധനാരീശ്വര കോൺസെപ്റ്റ് എന്താണെന്നുള്ളത്. കാര്യകാരണ നിർമുക്തായനമ, കാര്യകാരണങ്ങളിൽ നിന്ന് സ്വതന്ത്രയായ ദേവിക്ക് നമസ്കാരം. കാര്യകാരണമെല്ലാം നമുക്കേ ഉള്ളൂ. ദേവിക്ക് ഒരു കാര്യവുമില്ല, ഒരു കാരണവുമില്ല, അല്ലേ? ഒന്നുമില്ല. ആര് വന്നാലും വന്നില്ലെങ്കിലും ആ നിൽപ്പ് അങ്ങനെ തന്നെ നിൽക്കും. എന്തെങ്കിലും ദൈവത്തെ വിളിച്ചാൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. മണി 7:15 കൊണ്ടുപോകാനൊന്നും ദേവി പറയില്ല. അതൊക്കെ നമ്മളാ കാര്യകാരണങ്ങൾക്കെല്ലാം അതീതമായതാണ് ഈശ്വര സ്വരൂപം. കാമകേളി തരംഗിതായനമ, പരമശിവനുമായ ക്രീഡയിൽ ഉല്ലാസപ്രകൃതിയായ ദേവിക്ക് നമസ്കാരം. പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടി ദേവിക്ക് ഒരു ലീലാ വിനോദം പോലെയാണ്. പരമേശ്വരൻ പറഞ്ഞ ക്രീഡ രംഗമാണ് ഈ ഉലകം. നമ്മളെല്ലാം ക്രീഡാ മൃഗങ്ങൾ. നമ്മളെ ഇങ്ങനെ സൃഷ്ടിക്കുന്നത്, രക്ഷിക്കുന്നത്, സമഗ്ര ഇതൊക്കെ ഒരു ക്രീഡയായി ചെയ്യുന്നതാണ് ഈശ്വര സ്വരൂപം. കാമകേളി തരംഗിതായനമ, കനത്കനക താടങ്കായനമ, മിന്നിത്തിളങ്ങുന്ന സ്വർണ്ണ കുണ്ടലങ്ങളോട് കൂടിയവൾ. കുണ്ടലം, പട്ടുവസ്ത്രം, ഇതെല്ലാം സന്തോഷത്തിന്റെ പ്രതീകം. അതാണ് ഉദ്ദേശിക്കുന്നത്. ലീലാ വിഗ്രഹ ധാരണ്യനമ, ലീലയ്ക്ക് വേണ്ടി മാത്രം ശരീരമെടുത്തവൾ ദേവി. കാരണം സൃഷ്ടികർത്രേ ബ്രഹ്മരൂപ, ഗോത്രേ ഗോവിന്ദ രൂപിണി. ആ രൂപം എടുക്കുന്നതാണ് സംരക്ഷിക്കാൻ വേണ്ടി നടത്താം. അതാണ് ലീലാ വിഗ്രഹ ധാരണ്യനമ. അജായൈ നമഃ, ജനനമില്ലാത്തവൾ. കാരണം ജനനമുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്. അത് ഏത് ഈശ്വരനായാലും ശരി തന്നെ. അതുകൊണ്ട് എല്ലാ അവതാരം എന്ന് പറയുന്നു. ജനനം മരണം എന്നുള്ളത് ഈശ്വരനില്ല. കാരണം സത്യമായ വസ്തു അത് ജനിക്കുകയുമില്ല, മരിക്കുകയുമില്ല. ലീലാവിഗ്രഹധർമ്മ അജായം ക്ഷയബിന്ദുമുക്തായ നമഃ. നേരത്തെ പറഞ്ഞ നാശമില്ലാത്തവൾ. നാശമുണ്ടെങ്കിൽ അത് മായക്കുള്ളിയുടെ വസ്തുവായി, മായയ്ക്ക് അതീതമായ ബ്രഹ്മസ്വരൂപം. അതുകൊണ്ട് അതിനെ നാശമില്ല, എന്നും ഒരുപോലെ ഇരിക്കും. കാരണം എന്താ? സത്യമായ വസ്തു. അതുകൊണ്ട് മുക്തായ നമഃ, മോഹിനിയായ ദേവിക്ക് നമസ്കാരം. എല്ലാരെയും മോഹിപ്പിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. ക്ഷിപ്രപ്രസാദിന്യ നമഃ, വേഗത്തിൽ പ്രസാദിക്കുന്നവൾ. പ്രയാസപ്പെടുകയും വേണ്ട, മുമ്പിൽ നിന്നാൽ മതി, അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. ഭക്തരെ അനുഗ്രഹിക്കുന്നതിൽ അതീവ താല്പര്യത്തോടെ ഇരിക്കുന്നവളാണ് ഈശ്വര സ്വരൂപം. അന്തർമുഖ സമാരാധ്യായ നമഃ, അന്തർമുഖമായി ആരാധിക്കേണ്ടവൾ. ഞാൻ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിന്മാറ്റി ആത്മധ്യാനം ഉള്ളിലേക്ക് തിരിച്ചാൽ അതിലൂടെ എളുപ്പത്തിൽ ആരാധിക്കാൻ പറ്റത് ഈശ്വര സ്വരൂപം. ഇന്ന് കണ്ണകാതെ മുക്കനൊക്കെ തൊക്കുന്ന പഞ്ച ഇന്ദ്രിയങ്ങൾ ശബ്ദസ്പർശ രൂപരസ ഗന്ധം എന്ന പഞ്ച തന്മാത്രയോടുകൂടി പുറമേയുള്ള വസ്തുക്കളിൽ ആകൃഷ്ടമായാണ് ഇരിക്കുന്നത്. കണ്ണ് അതിനെ കാണുന്നു, കാതിനെ കേൾക്കുന്നു, അല്ലെ? നാക്ക് അതിലിരിക്കുന്നു. പോകുന്ന സമയത്ത് നല്ല ഹോട്ടലിൽ മുക്കി കയറ്റുന്നതിനെ വലിച്ച്, ഇതെല്ലാം ഇന്ദ്രിയങ്ങൾ അതിനെ പോവുകയാണ്. ഈ ഇന്ദ്രിയങ്ങളെ മുഴുവൻ അന്തർമുഖമായി തിരിക്കണം. അതിനെന്താ വഴി? മനസ്സിനാദ്യം മനസ്തേ പാദാബ്ജേ മനസ്സിനാദ്യം ഈശ്വര സ്വരൂപത്തിൽ ഏറ്റുവേണ്ടി ഇന്ദ്രിയങ്ങളെ വിട്ടേക്കണം. അതുകളെ ചുറ്റിക്കരണം. പക്ഷെ അതൊന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിന് സഹയോഗമില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇവിടെ ഇരുന്ന് ഇതെല്ലാം കേട്ടാലും മനസ്സ് ഇതിലുണ്ടെങ്കിലേ കേൾക്കുന്നത് പോകുള്ളൂ എന്നല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ സമച്ചോ രാത്രി 7:30 എന്തുണ്ടാക്കണം ഇത് ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുക എല്ലാം കേൾക്കും. പക്ഷെ ഫിസിക്കലി ഹിയർ, മെന്റലി സംഭവം, അല്ലെ? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. മനസ്സിന് സഹയോഗം ഉണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കും. ഈ മനസ്സിനെ അന്തർമുഖമായി തിരിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെല്ലാം തനിയെ അടങ്ങി വരും. മനസ്സ് എവിടെ ഇരിക്കുന്നു അവിടെ കണ്ണ്, കാത്, മൂക്ക്, നാക്ക് എല്ലാം വരും. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും അന്തർമുഖമായി തിരിച്ച് ആരാധിക്കാൻ എളുപ്പമുള്ളവൾ ദേവി. അന്തർമുഖ സമാരാധ്യായമാണ്. ബഹിർമുഖ സുദുർലഭായ നമഃ, ലൗകിക വൃത്തിയാണ് ബഹിർമുഖത്വം. സദാ ഇന്ദ്രിയ വൃത്തികൾ നിരതരായിരിക്കുന്നവർക്ക് ആ ഈശ്വരാരാധനയിലൂടെ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അല്ലാതെ ആരാധിക്കാൻ പറ്റുന്ന വിളക്ക് വെച്ചപ്പോൾ നാളെ നമ്മൾ രക്ഷാർത്ഥം ആരാധിക്കുന്നു, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അന്തർമുഖമായി മനസ്സിനെ ഇന്ദ്രിയങ്ങളെ തിരിച്ചാൽ മാത്രമേ ബ്രഹ്മസ്വരൂപത്തെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ബഹിർമുഖമായി പുറമേയുള്ള വസ്തുക്കൾ ആകൃഷ്ടമായിരിക്കുന്ന മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ
ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ബഹിർമുഖ സുദുർലഭായ നമഃ. ത്രിയൈ നമഃ. 3 വേദങ്ങളുടെയും രൂപമായി ഇരിക്കുന്നത് സാമം. 3 വേദങ്ങളുടെയും സ്വരൂപമായിരിക്കുന്നത്. ത്രിവർഗ നിലയായ നമഃ. ധർമാർത്ഥ കാമങ്ങളുടെ വിളതലമായവൾ ദേവി. കാരണം ഇത് 3 കഴിഞ്ഞാലേ മോക്ഷം കൊടുക്കുന്നുണ്ട്. 3നും വിളതലമായിരിക്കുന്നത് ദേവി. മോക്ഷം എന്നുള്ളത് സാമ്രാജ്യം, പിന്നെ അതിന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ത്രിസ്ഥായ നമഃ. 3 ഇനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവി. 3 ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ 3 വേദങ്ങൾ, 3 ഗുണങ്ങൾ, 3 കാലങ്ങൾ അല്ലേ? ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം. അല്ലാതെ കഷ്ടകാലം തമാശയ്ക്ക് പറയും. അതിന് 3 കാലങ്ങൾ. കഴിഞ്ഞത്, നടക്കുന്നത്, നടക്കാൻ പോകുന്നു. 3 കാലത്തുള്ളവൾ ഈശ്വരി. സത്വം, 3 ഗുണങ്ങളോട് ഇരിക്കുന്നത് നമ്മുടെ ആരാധന മൂർത്തിയായിരിക്കുന്ന ഈശ്വര സ്വരൂപം. വിജ്ഞാസാമെന്ന 3 വേദങ്ങളിൽ ഇരിക്കുന്നതും ബ്രഹ്മം. വേദം എന്ന് പറഞ്ഞാൽ സത്യമായ വസ്തു എന്ന് പറഞ്ഞിരുന്നത് വേദം. അതാണ് ശുദ്ധി. സത്യമായ വസ്തു എന്താണ്? ബ്രഹ്മമാണ് സത്യം. ആ ബ്രഹ്മം തന്നെയാണ് നമ്മളിവിടെ ദേവി എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ത്രിപുരമാലിന്യ നമഃ. ത്രിപുരമാലിന്യായ ദേവിക്ക് നമസ്കാരം. ശ്രീചക്രത്തിന് അന്തർദശ ചക്രത്തിന്റെ ദേവതയാണ് ത്രിപുരമാലിനി. നിരാമയായ നമഃ. രോഗങ്ങളില്ലാത്ത ദേവിക്ക് നമസ്കാരം. ദേവിക്ക് എന്തോന്ന് രോഗം അല്ലേ? രോഗം ഉദ്ദേശിക്കുന്നത് മനസ്സിന്റെ രോഗമാണ്. ദേവിക്ക് രോഗമില്ല, ദേവിക്ക് എന്തെല്ലാമില്ല, അതൊന്നും നമുക്കെല്ലാം ഇരിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദേവിക്ക് രോഗമില്ലെങ്കിൽ നമുക്ക് രോഗം പാടില്ല. എന്നാലും മുട്ടുവേദന കൊണ്ട് ഞാൻ തന്നെ കാല് മാറ്റി വെക്കുക അല്ലേ? ഇതൊക്കെ എന്താ അമ്മ പറഞ്ഞ് എനിക്ക് കേൾക്കാൻ വളരെ താല്പര്യമുണ്ട്. ഭയങ്കര പെയിൻ, MRI സ്കാൻ എടുത്തിട്ട് ആശുപത്രി ഇരിക്കാൻ ഭയങ്കര പ്രയാസമുണ്ട്. 3 ദിവസം ഒന്നുമില്ല. നമുക്ക് വിഷമിക്കേണ്ട, ഇത് കേൾക്കാം, കിടന്നുകൊണ്ട് കേൾക്കാറുണ്ട്. അപ്പോൾ ഇവിടെ രോഗം ഉദ്ദേശിക്കുന്നത് ശരീരത്തിനുള്ളതല്ല, മനസ്സിനുള്ളതാണ്. ആരോഗ്യമില്ലാത്തവൾ ദേവി എന്ന് പറഞ്ഞാൽ ദേവിയെ ഭജിക്കുന്നത് കൊണ്ട്, ദേവി ആരാധന ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള രോഗം ഇല്ലാതാകണം. എങ്കിലേ ആ ഭജനം പ്രയോജനപ്പെടുകയുള്ളൂ. ആ രീതിയിൽ ഭജനം ചെയ്താലേ അത് പ്രയോജനപ്പെടുകയുള്ളൂ. നിരാമയായ നമഃ. നിരാലംബായ നമഃ. ആലംബനമില്ലാത്തവൾ ദേവി. എല്ലാത്തിനും അടിസ്ഥാനം ദേവിയാണ്. ദേവിക്ക് എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ ദ്വൈതഭാവം 2 എന്നുള്ള വിചാരം വരും. സ്വാത്മാരാമായ നമഃ. തന്നിൽ തന്നെ ആനന്ദിക്കുന്നവൾ ദേവി. ആത്മാവിൽ ആനന്ദിക്കുന്നവൾ ദേവി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ ആത്മസ്വരൂപത്തെ മനസ്സിൽ ആനന്ദിക്കുന്നത്, അപ്പൊ നമുക്ക് കിട്ടുന്ന ആനന്ദം നമ്മൾ തന്നെ നമുക്കുള്ളിൽ ആനന്ദിക്കുന്നില്ലേ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. സുധാസൃത്യ നമഃ. അമൃതം പ്രവഹിപ്പിക്കുന്ന ദേവിക്ക് നമസ്കാരം. സഹസ്രാര പത്മത്തിലിരുന്നുകൊണ്ട് 1000 താമരയിൽ അമൃത പ്രവാഹം അനുഗ്രഹത്തെ കൊടുക്കുന്നവൾ. സംസാര പത്മ നിർമ്മിക്കുന്ന സമുദ്രണ പണ്ഡിതായ നമഃ. ലൗകിക ജീവിതമാകുന്ന ചെളിയിൽ മുങ്ങിക്കിടക്കുന്നവരെ പിടിച്ചുയർത്താൻ താല്പര്യമുള്ളവൾ. സ്വതീർണാകുല പാണ്ഡവേരുന്നതിന് കൈവർത്ത കേശവ നമ്മൾ പറയുന്നില്ലേ? ആ ഇതില് സംസാരഭൂമിയെ പഠിതങ്കവേരിയെന്ന് ശിവാസവഴുത്തെന്ന് പറയുന്നു. ഈ സംസാരമാകുന്ന കൂപത്തുള്ള തടാകം, അതിന്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മളെ കൈപിടിച്ചുയർത്തി നമ്മളെ രക്ഷിക്കുന്നവൾ ദേവി എന്ന്. അതാണ് സംസാര നിർമ്മഗ്ന സമുദ്രണ പണ്ഡിതായ നമഃ. യജ്ഞരൂപായ നമഃ. യജ്ഞങ്ങളിൽ പ്രീതിയുള്ളവൾ ദേവി. യജ്ഞങ്ങൾക്ക് ശ്രേഷ്ഠമായത് ജപയജ്ഞം. അതാണ് ഉദ്ദേശിച്ചത്. ജപയജ്ഞം ജപിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം നോക്കിയാൽ ഇപ്പൊ അതിനൊരു കൗണ്ടിങ് മെഷീൻ വന്നിട്ടുണ്ട്. വെച്ചുകൊണ്ടിരുന്ന രാവിലെ ഞാൻ കണ്ടത്. അത് വെച്ചുകൊണ്ട് മനസ്സിലിങ്ങനെ കൈകൊണ്ട് എണ്ണുണ്ടാവും. അത് കൗണ്ട് ചെയ്തുകൊണ്ട് വലിയൊരു കാര്യമാണ്. എവിടെ പോയാലും നമുക്ക് നാമമന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കാം. അപ്പൊ മനസ്സ് മുഴുവൻ കോൺസെൻട്രേഷൻ അതിലുണ്ടാവും. അതൊരു നല്ലൊരു ശീലം തന്നെയാണ്. ആ ജപയജ്ഞത്തിൽ പ്രിയമുള്ളവൾ ദേവി. ധർമാധാരായ നമഃ. ധർമ്മത്തിന് ആധാരമായ ദേവിക്ക് നമസ്കാരം. ധനാധ്യക്ഷായ നമഃ. ധനത്തിന്റെ ദേവതയായ നമഃ. ധനം എന്ന് പറഞ്ഞാൽ പണം എന്നർത്ഥമുണ്ട്, അതേസമയം വിദ്യാധനമാണ് വലിയ ധനം. ധനധാന്യ വിവർത്തിന്യേ നമഃ. ധനധാന്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ദേവിക്ക് നമസ്കാരം. നമുക്ക് ധനവും വേണം, ധാന്യവും വേണം അല്ലേ? കാരണം ലൗകികത്തിന്റെ എല്ലാ വസ്തുക്കളും കൊടുക്കുന്നതും ഈശ്വരി തന്നെയാണ്. വിപ്രപ്രിയായ നമഃ. ബ്രാഹ്മണരോട് പ്രിയമുള്ളവൻ ദേവിക്ക്. വിപ്രൻ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനമുള്ളവൻ വിപ്രൻ, ജാതിയല്ല. ബ്രഹ്മമാണ് സത്യം എന്ന് ഉണർവ് ആർക്കുണ്ടോ അവരെയാണ് വിപ്രൻ എന്ന് പറയുന്നത്. അവരിൽ പ്രിയമുള്ളവൻ ദേവി എന്ന്. അത് ആര് വേണമെങ്കിലും. വിപ്രരൂപായ നമഃ. വിപ്രന്റെ രൂപത്തിൽ ഇരിക്കുന്നവൾ. വിശ്വഭ്രമണ കാരുണ്യ നമഃ. പ്രപഞ്ചത്തിന്റെ ഭ്രമണത്തിന് കാര്യമായവൾ ദേവി. ഭ്രമണം എന്ന് പറഞ്ഞാൽ തുഴുന്നത്, ഈ ലോകം സഞ്ചരിക്കുന്നതും ചുറ്റുന്നതും പല രാഷ്ട്രങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാം ഈശ്വരി തന്നെയാണ്.
വിശ്വഗ്രാസായ നമഃ, പ്രളയത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ തന്നിൽ ലയിപ്പിക്കുന്നവൾ. പിതൃമാഭായ നമഃ, പവിഴത്തിന്റെ ശോഭയുള്ളവൾ ദേവി. വൈഷ്ണവ്യേ നമഃ, വിഷ്ണുവിന്റെ ശക്തി നർത്തം. അയോന്യേ നമഃ, ഉദ്ഭവസ്ഥാനമില്ലാത്തവൾ, അതുകൊണ്ട് അയോന്യേ. നമ്മളെല്ലാം ഒരു സ്ത്രീ യോനിയിൽ നിന്ന് വന്നതാണ്. യോനി നിലയായി നമഃ, അതുകൊണ്ട് എല്ലാത്തിനും ഉദ്ഭവസ്ഥാനമായിരിക്കുന്നവൾ ദേവി. യോനിന്റെ ദേവി അയോന്യയാണ്. ദേവിയുടെ അമ്മ എന്ന് പറയപ്പെട്ടുള്ളത് അല്ലേ? കൂടസ്ഥായി നമഃ, ആവരണരൂപമായ അജ്ഞാനത്തെ നിയന്ത്രിക്കുന്നവൾ ദേവി. ആവരണ രൂപം എന്ന് പറഞ്ഞാൽ മായ. മായയാകുന്ന അജ്ഞാനത്തെ നീക്കി ജ്ഞാനമാകുന്ന പ്രകാശത്തെ നമുക്ക് കൊടുക്കുന്നവൾ അർത്ഥം. കൂടസ്ഥായി നമഃ, ആവരണരൂപ അജ്ഞാനത്തെ നിയന്ത്രിക്കുന്നവൾ. കുലരൂപിണിയേ നമഃ, കുലരൂപിണിയായ ദേവിക്ക് നമസ്കാരം. ബാഹ്യ ആചാരപ്രധാനമായ കൗളമാർഗമാണ് ഇവിടെ പരാമർശിക്കുന്നത്. കൗളമാർഗ സിദ്ധാന്തം ഇവിടെയില്ല. അതുകൊണ്ട് ഇത് അന്ന് ഉണ്ടായിരുന്നത് കൊണ്ട് അഗസ്ത്യ മഹർഷി അത് എഴുതിയിരുന്നു. വീരഗോഷ്ഠി പ്രിയായ നമഃ, വീരസമൂഹത്തെ ഇഷ്ടപ്പെടുന്നവൾ ദേവി. വീരൻ എന്നുള്ളത് എന്താണ്? കാമക്രോധാദികളെ ജയിച്ചവൻ അർത്ഥം. വീരായ നമഃ, പരാക്രമശാലിയായ ദേവിക്ക് നമസ്കാരം. നൈഷ്കർമ്മ്യായ നമഃ, കർമ്മരഹിതമായ ദേവിക്ക് നമസ്കാരം. കർമ്മങ്ങളോ കർമ്മഫലങ്ങളോ ദേവിയെ ബാധിക്കുന്നില്ല. കാരണം ബ്രഹ്മത്തിന് കർമ്മമില്ല. കർമ്മമെല്ലാം മായക്കുള്ളതാണ്. മായക്കതീതമായ സ്വരൂപമാണ് ദേവി സ്വരൂപം. ബ്രഹ്മം അതിന് കർമ്മങ്ങളില്ല എന്നാണ് പറയുന്നത്. നമ്മൾ 900 പദം വരെയായി, 100 പദം ബാക്കിയുണ്ട്. നമുക്ക് നാളെ ബാക്കിയുള്ള പദത്തിന് അർത്ഥം നോക്കാം. നാളെ അവസാനത്തെ ദിവസം മാക്സിമം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പൂർണ്ണതയിലോട്ട് നമുക്ക് കൊണ്ടുവരാം. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരു മിനിറ്റ് ധ്യാനം. ओम श्री महादेव्यै नमः. ओम श्री महादेव्यै नमः. सर्वमंगलमांगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यंबके गौरी नारायणि नमोस्तुते. अन्यथा शरणं नास्ति त्वमेव शरणं मम. तस्मात् कारुण्यभावेन रक्ष रक्ष महेश्वरी. गोमതി നാളേക്ക് 4 മണിക്ക് വരണ്ട. അവ ചൊല്ലുക പൂവെല്ലാം ആഞ്ഞു വെച്ചാൽ ചവിട്ടേ പോകും.